ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരു, ഞാൻ തയ്യാർ. വെറും 15 തടിക്കഷ്ണങ്ങളല്ല, എല്ലാ മരക്കഷ്ണങ്ങളും വേഗം അയക്കൂ ഗുരു. ഇനി എത്ര തടിക്കഷ്ണങ്ങൾ വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്, അവൻ പറഞ്ഞു. 15 തടിക്കഷ്ണം മാത്രമല്ല, അതിലുമേറെ കൈകാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് അമരൻ പറഞ്ഞപ്പോൾ തന്നെ അവന്റെ ആവേശം പ്രകടമായിരുന്നു. അവന്റെ ധൈര്യം കണ്ട് വരുണമിത്രൻ അവനോട് പറഞ്ഞു, വളരെ നല്ലത് അമര, തയ്യാറാവുക. ഗുരു പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. പിന്നെ ഗുരു വായുവിൽ കൈവീശി 15 കഷ്ണങ്ങളും അമരന്റെ നേരെ ഒരേ സമയം വിക്ഷേപിക്കുകയും അവനെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം അമരൻ തടിക്കഷ്ണങ്ങളെല്ലാം തനിക്ക് നേരെ വരുന്നത് കണ്ട് ശക്തി പ്രയോഗിച്ച് പശയുടെ പിടിയിൽ നിന്ന് കാലുകളെ മോചിപ്പിക്കാൻ തുടങ്ങി. ശരവേഗത്തിൽ അമരനെ ലക്ഷ്യമാക്കി നീങ്ങിയ 15 മരക്കഷ്ണങ്ങൾ കാർമേഘം പോലെ നിലത്ത് ചിതറിക്കിടക്കുന്ന പൊടിപടലങ്ങൾ വീശാൻ തുടങ്ങി. എന്നാൽ അമരൻ അതിലൊന്നും ഭയപ്പെട്ടില്ല. എന്തെന്നാൽ ആ ഭാരമേറിയ കല്ലില്ലെങ്കിൽ തന്റെ വേഗത ഇരട്ടിയാക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഈ വേഗതയിൽ അവൻ തന്നെ തടിക്കഷ്ണങ്ങളിലേക്ക് ഓടാൻ തുടങ്ങി. അതിനടുത്തെത്തിയപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന മരക്കഷ്ണങ്ങളിലേക്ക് കുതിച്ചു ചാടി അമരൻ മുന്നോട്ട് നീങ്ങി. 15 മരക്കഷ്ണങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചാടി എഴുന്നേറ്റ് നിലത്ത് നിന്നു. കാലുകൾ നിലത്ത് വെച്ചയുടൻ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൻ ഒരു പുഞ്ചിരിയോടെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ആ രംഗം കണ്ട് വരുണമിത്രൻ വളരെ സന്തോഷിച്ചു. സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. 15 മരക്കഷ്ണങ്ങളെ ഇത്ര നിഷ്പ്രയാസം അമരൻ അതിജീവിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ അത്ഭുതം തന്റെ മുതുകിൽ തൂങ്ങിക്കിടക്കുന്ന ആ കറുത്ത കല്ലുകൊണ്ടാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അതിനിടയിൽ അമരൻ തന്റെ മോതിരത്തിൽ നിന്ന് പച്ചക്കുപ്പിയെടുത്ത് ശേഷിക്കുന്ന ശക്തി വർദ്ധിപ്പിക്കുന്ന ഗുളിക കഴിച്ചു. അതിനുശേഷം അവന്റെ ശരീരത്തിലെ ശക്തികൾ പിന്നെയും വലിയ രീതിയിൽ പ്രവഹിച്ചു. ആ ഗുളിക കഴിച്ചപ്പോൾ തന്റെ ശരീരത്തിൽ ഒരുപാട് ഊർജം ഒഴുകാൻ തുടങ്ങിയെന്ന് അമരന് മനസ്സിലായി. അത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങി. ചുറ്റും തിളങ്ങാൻ തുടങ്ങി. ഈ തേജസ് അവന്റെ ചുറ്റും മാത്രമല്ല, അവന്റെ മുഖത്തും പ്രതിഫലിച്ചു. അതിപ്പോൾ മുമ്പത്തേക്കാൾ വളരെ തിളക്കമുള്ളതായി തോന്നുന്നു. ആ ശക്തി മനസ്സിലാക്കിയ അമരൻ കണ്ണുകൾ അടച്ചു. പിന്നെ അവൻ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ണുകളുടെ നിറം മാറിയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ അമരൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് പാറപ്പുറത്തിരിക്കുന്ന വരുണമിത്രനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു, ഗുരു, ഞാൻ വളരെ സന്തോഷവാനാണ് ഗുരു. എനിക്ക് 6 നക്ഷത്രങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അവൻ സന്തോഷത്താൽ തുള്ളിച്ചാടി. ഇത് കേട്ട് വരുണമിത്രൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു, തലയാട്ടി. അഭിനന്ദനങ്ങൾ അമര. അതും പറഞ്ഞ് ഗുരുദേവൻ ഒന്നും മിണ്ടാതെ പാറയിൽ നിന്നിറങ്ങാൻ തുടങ്ങി. 6 നക്ഷത്ര അപരാജിതൻ അമരൻ കൂടുതൽ ശക്തനായി മാറിക്കഴിഞ്ഞു. തന്റെ ശക്തിയുടെ ഈ വർധനയിൽ അവൻ വളരെ സന്തുഷ്ടനാണെന്ന് തോന്നി. എല്ലാ മരക്കഷ്ണങ്ങളും ഒറ്റയടിക്ക് തട്ടിമാറ്റാൻ ശീലിച്ചതിനാൽ പഴയതുപോലെ അമരന് ഈ പ്രാവശ്യം വേദനിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങൾ അവൻ സന്തോഷത്തോടെ ചിലവഴിച്ചു. അന്നത്തെ പരിശീലനത്തിന് ശേഷം ഗുളികകൾ ഉണ്ടാക്കാനുള്ള ചേരുവകൾ കണ്ടെത്താൻ വനത്തിലൂടെ നടക്കുകയായിരുന്നു അവൻ. അമരന്റെ പരിശീലനത്തിന് ശക്തി ഗുളിക വളരെ പ്രധാനമാണ്. കാരണം പകൽ മുഴുവൻ പരിശീലനത്തിൽ ഏർപ്പെട്ട അമരൻ വളരെ ക്ഷീണിതനായിരുന്നു. ശരീരം വീണ്ടും ശക്തി പ്രാപിക്കാൻ കുറച്ചു സമയമെടുക്കും. എന്നാൽ ഗുളികകളുടെ സഹായത്തോടെ ശരീരത്തിന്റെ ക്ഷീണം പെട്ടെന്ന് മാറ്റാം. അതിനാൽ ഗുളികകൾ വേഗത്തിൽ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അമരൻ നിലവാരം കുറഞ്ഞ വൈദ്യൻ ആയിരുന്നതിനാൽ ബലം വർദ്ധിപ്പിക്കുന്ന ഗുളിക തയ്യാറാക്കാൻ വരുണമിത്രന്റെ സഹായം ആവശ്യമായിരുന്നു. മരുന്നുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ അമരൻ അല്പം വിഷമിച്ചു. പാഞ്ചാല നഗരത്തിലിരുന്നപ്പോൾ 10 ഗുളികകൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. മരുന്ന് മറ്റാരും കാണാതെ തയ്യാറാക്കാനുള്ള സമയം കണ്ടെത്തുന്നതിലാണ് കൂടുതൽ സമയവും പാഴായത്. ഇങ്ങനെ ഓരോന്ന് ഓർത്തു അമരന്റെ ഔഷധ ചെടികൾ കണ്ടെത്തുന്ന യാത്ര തുടർന്നു. ഇവിടെയുള്ള മാന്ത്രിക മൃഗങ്ങളുടെ പ്രധാന ഭാഗം ഔഷധ ചെടികൾ നിറഞ്ഞതായിരുന്നു. ഗുളിക ഉണ്ടാക്കാൻ ആവശ്യമായ 5 ചേരുവകളിൽ 4 എണ്ണവും ധാരാളമായി അമരൻ അവിടെ നിന്നും ലഭിച്ചു. 5ാമത്തെ ഇനമായ ചുവന്ന പഴം അവൻ കാട്ടിലാകെ തിരയുകയായിരുന്നു. അത് കണ്ടെത്തിയാൽ പല ഗുളികകളും ഉണ്ടാക്കാമെന്ന് അവൻ അറിയാമായിരുന്നു.
ഊർജ്ജസ്വലമായ ഇടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പഴമായിരുന്നു ചുവന്ന പഴം. അങ്ങനെ ഊർജ നിലവാരം കൂടുതലുള്ള ഈ പ്രദേശത്ത് അമരൻ പഴങ്ങൾ തിരയാൻ തുടങ്ങി. അമരന് ഊർജത്തെക്കുറിച്ചുള്ള അറിവ് എളുപ്പത്തിൽ നേടാൻ കഴിയുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരുണമിത്രൻ അമരനോട് പറഞ്ഞിരുന്നു. ഈ കഴിവ് അവന് സാധ്യമാക്കുന്നത് അവന്റെ ദിവ്യദർശനം മൂലമാണ്. അമരന് സ്വാഭാവികമായും അത്തരം അറിവുകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിന് അദ്ദേഹത്തിന്റെ ദർശനം യഥാർത്ഥത്തിൽ വളരെ ഉപയോഗപ്രദമായിരുന്നു. ഊർജം പ്രസരിക്കുന്ന ഓരോ സ്ഥലവും അമരൻ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അമരൻ അവന്റെ ഗുഹയിൽ നിന്ന് വളരെ അകലെയായിരുന്നു. പൊതുവെ കാട്ടിലെ നിഗൂഢ മൃഗങ്ങൾ ഉച്ചതിരിഞ്ഞ് കറങ്ങാറില്ല. അതുകൊണ്ടാണ് അമരൻ ഉച്ചയോടെ ചുവന്ന പഴം തേടി പുറപ്പെട്ടത്. അവൻ വിചാരിച്ച പോലെ തന്നെ ഒരു മാന്ത്രിക മൃഗത്തെയും വഴിയിൽ കണ്ടില്ല. അവൻ കാട്ടിലെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ കടന്ന് ഒരു വലിയ കല്ല് കണ്ടെത്തി. തന്റെ ദിവ്യദർശനത്തിലൂടെ കല്ലിനു ചുറ്റുമുള്ള പ്രദേശത്ത് വളരെ നല്ല ഊർജമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഈ ഊർജം കാരണം അവൻ മുന്നോട്ടു പോയി കല്ലിന് സമീപമെത്തി. അവൻ ചുറ്റും നോക്കി. അവിടെ തടിച്ച ചെടികളുടെ കൂട്ടം കണ്ടു. ചെടിയിൽ പച്ച ഇലകളും ചുവന്ന പഴങ്ങളും നിറഞ്ഞതായിരുന്നാൽ കുല അല്പം ചുവപ്പും അല്പം പച്ചയുമായി കാണപ്പെട്ടു. പഴം കണ്ടപ്പോൾ അവൻ സന്തോഷത്തോടെ അവിടേക്ക് പുറപ്പെട്ടു. ചുവന്ന പഴം, ചുവന്ന പഴം, ഒടുവിൽ ഞാൻ ഇത് കണ്ടെത്തി, അവൻ ആവേശത്തോടെ പറഞ്ഞു. പക്ഷെ തിടുക്കത്തിൽ ആ പഴങ്ങൾ പറിച്ചെടുക്കാൻ ശ്രമിച്ചില്ല. കാരണം അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. സാന്ദ്രമായ ഊർജ്ജസ്വലമായ പ്രദേശങ്ങളിൽ പ്രത്യേക പഴങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് മാന്ത്രിക മൃഗങ്ങളും ഉണ്ടാവും. അതിനാൽ തനിക്ക് ചുറ്റും ഏതെങ്കിലും മാന്ത്രിക മൃഗം ഉണ്ടായിരിക്കുമെന്ന് അവൻ സംശയിച്ചു. അതാലോചിച്ചുകൊണ്ട് അവൻ ഒന്നുകൂടി ചുറ്റും നോക്കി. പക്ഷേ അവിടെ ഒരു മാന്ത്രിക മൃഗത്തിന്റെ ലക്ഷണവും കണ്ടില്ല. മൃഗമില്ലെന്ന സന്തോഷത്തോടെ അവൻ ചെടികളുടെ അടുത്തേക്ക് ഓടി. പിന്നിൽ ഭാരമുള്ള എന്തോ വീഴുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് അമരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ വെളുത്ത മൃഗം തന്റെ മുന്നിൽ അലറുന്നത് കണ്ടു. അമരന്റെ ഒളിച്ചോട്ടം തടഞ്ഞ് മൃഗം അവന് മുന്നിൽ നിന്നു. അധ്യായം 90. മൃഗങ്ങളെ ഒന്നും കാണാത്തതിന്റെ സന്തോഷത്തിൽ അമരൻ ചുവന്ന പഴത്തിനടുത്തേക്ക് ആവേശത്തോടെ ഓടി. പെട്ടെന്ന് പിന്നിലെന്തോ ശക്തമായി വീഴുന്ന ശബ്ദം കേട്ട് അവൻ ശ്രദ്ധിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അമരൻ പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ വെളുത്ത മൃഗം തന്റെ മുന്നിൽ അലറുന്നത് കണ്ടു. അമരന്റെ രക്ഷാമാർഗം തടഞ്ഞ് ആ മൃഗം നിൽക്കുകയായിരുന്നു. ഇനി എങ്ങനെ രക്ഷപ്പെടും? അവൻ ചിന്തിച്ചു. അമരൻ തന്റെ മുന്നിലിരിക്കുന്ന അപകടകാരിയായ മാന്ത്രിക മൃഗത്തെ വളരെ പരിഭ്രാന്തിയോടെ നോക്കുകയായിരുന്നു. അമരനെ കൊല്ലാനുള്ള മൃഗത്തിന്റെ ആഗ്രഹം അതിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. വീണ്ടും ജീവൻ മരണ പോരാട്ടത്തെ അഭിമുഖീകരിക്കാൻ അമരൻ നിർബന്ധിതനായി. മൃഗത്തെ നേരിടാനായി അമരൻ പതിയെ പതിയെ ഒരടി പിന്നോട്ട് വെച്ചു. ഉടനെ ആ മൃഗം അമരന്റെ നേരെ ഉറക്കെ അലറി. അത് കേട്ടതും അമരന്റെ കാലുകൾ നിലത്തുറഞ്ഞു മരവിച്ച പോലെ തോന്നി. ആ സമയം അമരൻ ഭയത്തോടെ മോതിരം നോക്കി പറഞ്ഞു, ഗുരു, ഒരു വലിയ മനുഷ്യക്കുരങ്ങ് എന്റെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? വലിയ വെളുത്ത കുരങ്ങൻ. അതിന്റെ കണ്ണുകൾ ചുവപ്പ് നിറത്തിലാണ്. അത് വളരെ ക്രൂരമായി എന്നെ നോക്കുന്നു. ഈ മാന്ത്രിക മൃഗത്തെ നേരിടാൻ എനിക്ക് കഴിയില്ലെന്ന് തോന്നുന്നു. ഗുരു, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും നിങ്ങളുടെ സഹായം വേണ്ടത്. പുറത്തു വരൂ ഗുരുദേവ, അവൻ ദയനീയമായി പറഞ്ഞു. പക്ഷേ വരുണമിത്രനിൽ നിന്ന് പ്രതികരണമൊന്നും തന്നെ ഉണ്ടായില്ല. ഇത് കണ്ട അമരൻ കൂടുതൽ പരിഭ്രാന്തനാകാൻ തുടങ്ങി. എന്തോ ഉൾഭയത്താൽ അവൻ വീണ്ടും വരുണമിത്രനോട് സഹായം ചോദിച്ചു. ഗുരുദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇത് കളിക്കാനുള്ള സമയമല്ല ഗുരു, എനിക്ക് ഉത്തരം തരൂ ഗുരു. അവൻ വരുണമിത്രനോട് സഹായം ചോദിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വരുണമിത്രൻ അമരന് ഒരു മറുപടിയും നൽകിയില്ല. അങ്ങനെ അമരൻ സ്വന്തം പ്രയത്നത്താൽ ആൾക്കുരങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധിതനായി. അമരൻ ആൾക്കുരങ്ങിനെ നോക്കിക്കൊണ്ട് ഓരോ ചുവടും വെച്ചു. ആൾക്കുരങ്ങിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിന്റെ വയറ്റിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടു. മുറിവ് പുതിയതുപോലെ തോന്നി. അതിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ രക്തം കാരണം കുരങ്ങിന്റെ വയറിന് ചുറ്റുമുള്ള വെളുത്ത രോമങ്ങളും ചുവന്നു. അമരൻ പുതിയ മറ്റൊരു മുറിവ് കൂടി ആൾക്കുരങ്ങിന്റെ ദേഹത്ത് കണ്ടു. ഈ ആൾക്കുരങ്ങിന്റെ മുതുകിൽ മുറിവുണ്ട്. ഈയിടെ എവിടെ നിന്നോ മുറിവേറ്റതായി തോന്നുന്നു. മുറിവിന്റെ ആഴം നോക്കുമ്പോൾ
മറ്റേതോ മാന്ത്രിക മൃഗങ്ങളുടെ നഖങ്ങൾ കൊണ്ടതുപോലുണ്ട്. മുറിവേറ്റ മൃഗം പരിഭ്രാന്തിയിലാകുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഇപ്പോൾ ആ മൃഗത്തിന്റെ മുന്നിൽ ആരായാലും ആ മൃഗം അക്രമാസക്തനാകും. അമരന്റെ നിർഭാഗ്യവശാൽ അവൻ ആ നിലയിലുള്ള മൃഗത്തിന് മുന്നിൽ കുടുങ്ങി. അവന്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി ആൾക്കുരങ്ങിന്റെ മുറിവിലേക്ക് പാഞ്ഞു. പെട്ടെന്ന് ഒരു ആശയം അവനിൽ ഉദിച്ചു. ആ വെള്ളക്കുരങ്ങിനെ മറ്റൊരു സാഹചര്യത്തിലാണ് കണ്ടുമുട്ടിയിരുന്നതെങ്കിൽ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാകുമായിരിക്കുമെന്ന് അമരൻ കരുതി. പക്ഷെ ഇപ്പോൾ പരിക്ക് പറ്റിയതിനാൽ അതിന്റെ ബലം കുറഞ്ഞിരിക്കാം. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അമരൻ കരുതി. ഒരു നേരിയ വിജയ സാധ്യത ഉണ്ടെന്ന് അമരൻ ചിന്തിച്ചു. ആലോചിച്ചു കൊണ്ടിരുന്ന അമരൻ ഒരിക്കൽ കൂടി മനുഷ്യക്കുരങ്ങിന്റെ ഭയങ്കരമായ അലർച്ച കേട്ട് വിറച്ചു. അതിന്റെ അലർച്ച അവന്റെ ശരീരത്തെ വിറപ്പിച്ചു. ഉടൻ തന്നെ അമരൻ തന്റെ പുറകിൽ നിന്ന് കറുത്ത കല്ലെടുത്ത് നിലത്ത് വെച്ചു. അവന്റെ പ്രവൃത്തികൾ കണ്ട് രോഷാകുലനായ ആൾക്കുരങ്ങ് അമരൻ തന്റെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെ വെല്ലുവിളിക്കുകയാണെന്ന് കരുതി. കോപത്തിൽ അലറി വിളിച്ചുകൊണ്ട് നെഞ്ചിടിപ്പോടെ നിൽക്കുന്ന അമരന്റെ അടുത്തേക്ക് ആ ക്രൂരമൃഗം നടക്കാൻ തുടങ്ങി. ആൾക്കുരങ്ങ് അതിന്റെ ചുവന്ന കണ്ണുകൾ കൊണ്ട് അമരനെ നോക്കിക്കൊണ്ടിരുന്നു. അത് ഓടുമ്പോൾ അതിന്റെ വലിയ കൈകളിൽ ഒരു വെളുത്ത ഊർജം നിറയാൻ തുടങ്ങി. ഇതുമൂലം ചുറ്റുമുള്ള വായുവും പെട്ടെന്ന് തണുക്കാൻ തുടങ്ങി. അതിനാൽ അമരൻ സമയം കളയാതെ കഴുകന്റെ കറുത്ത ചിറക് എന്നലറി. ഇത്രയും പറഞ്ഞയുടനെ മുതുകിൽ പച്ച കുത്തിയതായി തോന്നിയ കറുത്ത കഴുകന്റെ ചിറകുകൾ പെട്ടെന്ന് നീണ്ടു. നീട്ടിയ ചിറകുകൾ അതിവേഗം അടിക്കാൻ തുടങ്ങി. അമരൻ ഭൂമിയിൽ നിന്ന് 10 കാതോളം ഉയരത്തിലേക്ക് ഉയർന്നു. അവൻ വായുവിലൂടെ പറക്കുന്നത് കണ്ട് ആ വെളുത്ത ആൾക്കുരങ്ങ് വീണ്ടും ദേഷ്യത്തോടെ അലറി. കുരങ്ങൻ അലറുമ്പോൾ അതിന്റെ തണുത്ത വെളുത്ത ഊർജം ഒരു ഗോളമായി രൂപപ്പെടാൻ തുടങ്ങി. ആ ഗോളം ഒരു പീരങ്കി പന്ത് പോലെ അമരന്റെ നേരെ ഉതിർത്തു. 1 മാസത്തെ പരിശീലനം കാരണം അവന്റെ രക്ഷപ്പെടൽ വേഗത വളരെ മികച്ചതായിരുന്നു. ഇതുപയോഗിച്ച് അവൻ പെട്ടെന്ന് ലംബമായി വളഞ്ഞു. ഇത് തണുത്ത ആ വെളുത്ത ഊർജം പൊട്ടിത്തെറിക്കാൻ കാരണമായി. പന്ത് അവന്റെ പുറകിൽ വളരെ അടുത്തു ചെന്ന് പൊട്ടിത്തെറിച്ചു. ആ ശബ്ദം അമരനെ ഞെട്ടിച്ചു. അമരൻ തന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി കണ്ട ആൾക്കുരങ്ങ് ഒരിക്കൽ കൂടി അലറുകയും നെഞ്ചിലിടിക്കുകയും ചെയ്തു. കിട്ടിയ അവസരം ഉപയോഗിച്ച് അമരൻ ആൾക്കുരങ്ങിന്റെ മുറിവിലേക്ക് തന്റെ ശ്വാസം മുട്ടിച്ചു. ഒഴിഞ്ഞ കൈവിദ്യ എന്നവൻ അലറി. ഇത് പറഞ്ഞയുടനെ അവന്റെ കയ്യിൽ ശക്തി പ്രവഹിക്കാൻ തുടങ്ങി. ഭാരമുള്ള ആൾക്കുരങ്ങ് പോലും അമരനിലേക്ക് വലിച്ചടിപ്പിക്കപ്പെട്ടു. ആൾക്കുരങ്ങിനൊപ്പം പിന്നിൽ കിടന്ന ചില കൽക്കഷ്ണങ്ങളും അമരന് നേരെ വരാൻ തുടങ്ങി. ആൾക്കുരങ്ങിന്റെ അമിതഭാരം കാരണം അത് അവന്റെ അടുത്തേക്ക് നീങ്ങിയില്ല. പക്ഷേ അതിന്റെ വയറിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. ആൾക്കുരങ്ങ് തല താഴ്ത്തി വയറിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ മുറിവ് പൂർണ്ണമായും തുറന്നിരിക്കുന്നതായി അത് കണ്ടു. രക്തം ഒരു നദി പോലെ ഒഴുകാൻ തുടങ്ങി. വേദന കാരണം ആൾക്കുരങ്ങിന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അങ്ങനെ കോപത്തിലും വേദനയിലും അത് അമരനെ കൊല്ലാനുള്ള ആഗ്രഹവുമായി ആ ജീവി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. എന്നാൽ അമരൻ തന്റെ വേഗത ഉപയോഗിച്ച് ആൾക്കുരങ്ങിന്റെ ആക്രമണത്തിൽ നിന്ന് പലതവണ രക്ഷപ്പെട്ടു. ഓരോ തവണയും അവൻ തന്റെ ഒഴിഞ്ഞ കൈവിദ്യ ഉപയോഗിച്ച് ആൾക്കുരങ്ങിന്റെ വയറ്റിൽ നിന്ന് കൂടുതൽ രക്തം പുറത്തേക്ക് വലിച്ചെടുത്തു. വേദന കൊണ്ട് പുളയുന്ന ആൾക്കുരങ്ങ് ചുറ്റുപാടുമുള്ളതെല്ലാം കൈകൊണ്ട് അടിച്ചു തകർക്കാൻ തുടങ്ങി. വളരെയധികം രക്തം നഷ്ടപ്പെട്ടതിനാൽ കുരങ്ങിന്റെ ശക്തി ദുർബലമാവുകയും ഒരു സാധാരണ മനുഷ്യക്കുരങ്ങിനെ പോലെ ആയിത്തീരുകയും ചെയ്തു. അമരൻ ഒരു കൊതുകിനെ പോലെ അതിനു ചുറ്റും കറങ്ങുകയായിരുന്നു. പതിയെ മനുഷ്യക്കുരങ്ങിന്റെ രക്തം അവിടമാകെ പരന്നു. അത് കാരണം ആ സ്ഥലം വളരെ ഭയാനകമായ ഒരു യുദ്ധക്കളം പോലെ കാണപ്പെട്ടു. അതേസമയം തന്റെ ശക്തികൾ അവസാനിക്കാൻ പോകുകയാണെന്ന് അമരൻ മനസ്സിലാക്കി. അതിനാൽ ഈ ആൾക്കുരങ്ങിനെ എത്രയും വേഗം അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം അത് തന്നെ കൊല്ലുമെന്ന് അമരൻ മനസ്സിലാക്കി. അവന്റെ ശേഷിക്കുന്ന ശരീരശക്തി മുഴുവൻ ഉപയോഗിച്ചു. വീണ്ടും ഒഴിഞ്ഞ കൈവിദ്യ പുറത്തെടുത്തു. ആൾക്കുരങ്ങ് വേദനയോടെ ഉറക്കെ ഗർജിച്ചു. ഇത്തവണ രക്തത്തോടൊപ്പം അതിന്റെ ആന്തരിക അവയവങ്ങളും പുറത്തേക്ക് വന്നു. ആൾക്കുരങ്ങ് തളർന്ന് നിലത്ത് വീണു. അത് വീഴുന്നത് കണ്ട് അമരൻ തന്റെ മേൽ വീഴാതിരിക്കാൻ നീങ്ങി നിന്ന് സ്വയം സംരക്ഷിച്ചു. ആൾക്കുരങ്ങ് വീണപ്പോൾ ഒരു മല ഇടിഞ്ഞു വീഴുന്നത് പോലെ അമരന് തോന്നി. ആൾക്കുരങ്ങിന് 2 വലിയ ചുവന്ന കണ്ണുകളുണ്ടായിരുന്നു. അത് മരിച്ചതിന് ശേഷവും 2 കണ്ണുകളും തുറന്നിരുന്നു.
പെട്ടെന്ന് ആൾക്കുരങ്ങിനോട് യുദ്ധം ചെയ്ത ശേഷം ശക്തി നഷ്ടപ്പെട്ട അമരന് തലകറങ്ങാൻ തുടങ്ങി. ഒരു ഇടർച്ചയോടെ അവനും ആൾക്കുരങ്ങിന്റെ അടുത്ത് തളർന്നു വീണു. താൻ കിടന്നിടത്തെല്ലാം ആൾക്കുരങ്ങിന്റെ രക്തം നിറഞ്ഞൊഴുകിയതും വസ്ത്രങ്ങളിലും മുടിയിലും അതിന്റെ രക്തത്തിന്റെ നനവ് പടരുന്നതും അമരൻ കാര്യമാക്കിയില്ല. പിന്നെ പതുക്കെ ശ്വാസം നിയന്ത്രിച്ച് അമരൻ കണ്ണുകളടച്ച് ശക്തി കൂട്ടാൻ ശ്രമിച്ചു. കുറച്ചു നിമിഷം മുമ്പ് താൻ നേരിട്ട ഭയം അപ്പോഴും അവനിൽ ശേഷിച്ചിരുന്നു. അവന്റെ ശക്തി ശരിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. താൻ ഒരു 6 നക്ഷത്ര അപരാജിതനായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യക്കുരങ്ങിന് പരിക്കേറ്റില്ലായിരുന്നുവെങ്കിൽ മനുഷ്യക്കുരങ്ങിന് പകരം തന്റെ മൃതദേഹം നിലത്ത് കിടക്കുമായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അതിനുശേഷം അല്പം ധൈര്യത്തോടെ അവൻ പതുക്കെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. പെട്ടെന്ന് വരുണമിത്രൻ മോതിരത്തിൽ നിന്ന് പുറത്തിറങ്ങി പുഞ്ചിരിയോടെ അമരനോട് പറഞ്ഞു, കൊള്ളാം അമര, 2ാം നില അപരാജിതനായ ഭീമാകാരനായ ആ വെളുത്ത മനുഷ്യക്കുരങ്ങിനെ നീ കൊന്നുകളഞ്ഞല്ലോ. അത് കേട്ട് വരുണമിത്രനോട് എന്തു പറയണം എന്നറിയാതെ അമരൻ കണ്ണടച്ച് നിശബ്ദനായി. തന്റെ ശക്തി പൂർണ്ണമായും വീണ്ടെടുക്കാനാണ് ആദ്യം ആഗ്രഹിച്ചത്. അങ്ങനെ കണ്ണടച്ച് ശക്തി വീണ്ടെടുക്കുന്നതിനിടയിൽ അമരന് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വരുണമിത്രൻ വായുവിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് പതിയെ കണ്ണു തുറന്നപ്പോൾ താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ അമരൻ പറഞ്ഞു, ആ മനുഷ്യക്കുരങ്ങ് 2 നിമിഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചേനെ, അതുറപ്പാണ്. നീ പറഞ്ഞത് ശരിയാണ് അമര. നിന്റെ ഉള്ളിലെ പ്രകാശം വളരെ ദുർബലമാണ്, അത് ശക്തിപ്പെടുത്തണം. വരുണമിത്രൻ പറഞ്ഞു. പ്രകാശത്തിന്റെ ശക്തി കൂടുതലായിരിക്കുമ്പോൾ മാത്രമേ ജ്വാലയുടെ മാന്ത്രികത പ്രവർത്തിക്കൂ എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അമരന്റെ ആന്തരിക വെളിച്ചം കൂടുതൽ ശക്തരായ മനുഷ്യരോടോ മൃഗങ്ങളോടോ മത്സരിക്കാൻ മാത്രം ശക്തമല്ല. മിടുക്കനായ ഒരു എതിരാളിക്ക് അവന്റെ ബലഹീനത എളുപ്പത്തിൽ കണ്ടെത്താനും അവനെ പരാജയപ്പെടുത്താനും കഴിയും. എപ്പോഴാണ് എനിക്ക് ശക്തമായ ഒരു ദിവ്യപ്രകാശം ലഭിക്കുക ഗുരുനാഥ? അവൻ അന്വേഷിച്ചു. തന്റെ പ്രഭാവലയം ദുർബലമാണെന്ന് കേട്ട് അമരൻ മടുത്തു. അത് വർദ്ധിപ്പിക്കാൻ അവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നാൽ തന്റെ പ്രഭാവലയം എപ്പോൾ ശക്തമാകുമെന്ന് അവൻ അറിയില്ല. അതിൽ അല്പം സങ്കടം തോന്നി. അതിനിടയിൽ ചുവന്ന പഴങ്ങൾ കായ്ക്കുന്ന ചെടികൾ കണ്ടു. അമരൻ ആ സ്ഥലത്തേക്ക് പോയി. ഭാഗ്യത്തിന് അവിടെ 30-ലധികം പഴങ്ങൾ വളർന്നിരുന്നു. അവൻ അവ പറിച്ചെടുത്ത് ഒരു വലിയ പച്ച പാത്രത്തിൽ സൂക്ഷിച്ചു. എന്നിട്ട് അത് നന്നായി അടച്ച് മോതിരത്തിൽ സൂക്ഷിച്ചു. അതിനുശേഷം വെളുത്ത മനുഷ്യമൃഗത്തിന്റെ മൃതദേഹത്തിനരികിലേക്ക് പോയി മനുഷ്യക്കുരങ്ങിന്റെ തലവെട്ടി മാറ്റി. അതിന്റെ തലയ്ക്കുള്ളിൽ എന്തോ പ്രകാശിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അത് മനസ്സിലാക്കിയ അമരന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. ഇതിനുള്ളിൽ എന്തോ ഉണ്ട്. ഇതൊരു മാന്ത്രിക കല്ലാണോ? അതിൽ അവൻ വളരെ സന്തോഷിച്ചു. മനുഷ്യക്കുരങ്ങിന്റെ തലയിൽ ഒരു മഞ്ഞുപോലെ വെളുത്ത മാന്ത്രിക കല്ല് അമരൻ കണ്ടു. അത് പുറത്തെടുത്ത് നിധിമോതിരത്തിൽ വെക്കാൻ അവൻ തീരുമാനിച്ചു. അവന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കല്ലിൽ സ്പർശിച്ചപ്പോൾ തന്നെ അത് നല്ല തണുപ്പാണെന്ന് അവന് മനസ്സിലായി. അവൻ വേഗം അതെടുത്ത് മോതിരത്തിൽ വെച്ചു. നമ്മൾ വന്ന പണി കഴിഞ്ഞു, പോകാം ഗുരു, അമരൻ പറഞ്ഞു. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്തെങ്കിലും മറന്നോ അമര? വരുണമിത്രന്റെ ചോദ്യം കേട്ട് തിരിച്ചു വന്ന് അവിടെ വെച്ചിരുന്ന ആ കറുത്ത കല്ല് വീണ്ടും എടുത്തു. ആ ഭാരമുള്ള കല്ല് മുതുകിൽ കെട്ടി നടക്കാൻ തുടങ്ങി. വരുണമിത്രനും വീണ്ടും മോതിരത്തിലേക്ക് പോയി. ആ നിബിഡവനത്തിലൂടെ അമരൻ നടന്നു. മനുഷ്യക്കുരങ്ങുമായുള്ള പോരാട്ടത്തിൽ ശരീരമാസകലം രക്തം പുരണ്ടിരുന്നതിനാൽ ഒരു തുണി കൊണ്ട് രക്തം തുടച്ചു. വസ്ത്രത്തിലെ രക്തഗന്ധം കുറഞ്ഞു. ഗന്ധം കുറഞ്ഞില്ലായിരുന്നെങ്കിൽ മറ്റ് മൃഗങ്ങൾ തന്നെ അനുഗമിച്ചേനെ എന്ന് അമരൻ ചിന്തിച്ചു. അമരൻ ഗുഹയിലേക്ക് മടങ്ങാൻ തന്റെ നടത്തം വേഗത്തിലാക്കി. എന്നാൽ പെട്ടെന്ന് ഇടതുവശത്തു നിന്നും ചില ശബ്ദങ്ങൾ കേട്ടു. അവൻ പെട്ടെന്ന് നടത്തം നിർത്തി. ശബ്ദം കേട്ട് അമരന്റെ മുഖത്ത് ആശങ്ക നിറഞ്ഞു. അവൻ ചുറ്റും നോക്കി. അപ്പോൾ പെട്ടെന്ന് അപ്പുറത്തു നിന്ന് ചില ആളുകളുടെ ശബ്ദം കേട്ട് അവൻ പൊക്കമുള്ള പുല്ലിന് നടുവിൽ ഒളിച്ചിരുന്നു. 2 പേർ തന്റെ നേരെ വരുന്നത് കണ്ടെങ്കിലും അമരനെ അവർ ശ്രദ്ധിച്ചില്ല. അമരന്റെ കണ്ണുകൾ പടയാളികളുടെ നെഞ്ചിലെ അടയാളത്തിൽ പതിച്ചു. നേരിയ ദേഷ്യത്തോടെ അമരൻ സ്വയം പറഞ്ഞു, ഇത് ചെന്നായ് സംഘത്തിലെ പടയാളികളാണല്ലോ. ഇവരൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നത്?
എന്നെ തേടി വന്നതാവുമോ? ഇനി ആ സഞ്ജയൻ അവരെ ഇങ്ങോട്ട് അയച്ചോ എന്ന് ആലോചിക്കുന്നതിനിടയിൽ അവൻ ഒന്നും മിണ്ടാതെ അവരെ നോക്കി. ശ്വാസം അടക്കി പിടിച്ചു നിന്ന അമരൻ യോദ്ധാക്കളുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. ഒരു യോദ്ധാവ് മറ്റൊരു യോദ്ധാവിനോട് പരിഭ്രാന്തിയോടെ പറയുന്നത് അവൻ കേട്ടു. ഏയ്, കാത്തിരിക്കൂ, നമുക്കിതിനപ്പുറം പോകാനാവില്ല. നമുക്ക് തിരിച്ചു പോകാം. ഇതിനപ്പുറം പോയാൽ മാന്ത്രിക മൃഗങ്ങളുടെ പ്രധാന ഭാഗമാണ്. ഒന്നാം യോദ്ധാവിന്റെ വാക്കുകൾക്ക് മറുപടിയായി രണ്ടാം യോദ്ധാവ് പറഞ്ഞു, ആ യുവാവ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവനെ കൊല്ലാൻ നേതാവ് ഉത്തരവിട്ടു. ഒരുപക്ഷെ മാന്ത്രിക മൃഗങ്ങൾ അവനെ നമുക്ക് മുൻപേ കൊന്നാലും അവന്റെ ശരീരം എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ജീവനോടെ തന്നെ കണ്ടെത്തണം. സ്വർണം എടുക്കണം. ഒരുപക്ഷെ ഏതെങ്കിലും മാന്ത്രിക മൃഗം അവനെ കൊന്ന് ഭക്ഷിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ അറിയും? മറ്റൊരു പോരാളി പറഞ്ഞു. അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അവൻ അന്യദേശക്കാരനായതുകൊണ്ട് ഈ കാട്ടിൽ വലിയ പരിചയമില്ലെന്ന് തോന്നുന്നു. ശരി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇന്ന് ഇവിടെ നിർത്താം. നമുക്ക് തിരിച്ച് നാളെ വരാം. എന്നിട്ട് വീണ്ടും അന്വേഷിക്കാം. നീ എന്തു പറയുന്നു? നമുക്കൊരു ദിവസം കൂടി കാത്തിരിക്കണോ? 8000 സ്വർണ്ണ നാണയങ്ങളെക്കാൾ പ്രധാനം നമ്മുടെ ജീവനല്ലേ? 8000 സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചാലും അത് ആസ്വദിക്കാൻ നമ്മൾ ജീവിച്ചിരിക്കണം. ആ യുവാവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ നമുക്ക് രണ്ടുപേർക്കും വലിയ പണക്കാരാകാം. അത് കേട്ട് രണ്ടാം യോദ്ധാവ് തലയാട്ടി ഒന്നാം യോദ്ധാവിനോട് പറഞ്ഞു, ശരി, നമുക്ക് ഇപ്പോൾ പോകാം. നമുക്ക് നാളെ വീണ്ടും വന്ന് തിരച്ചിൽ തുടങ്ങാം. അവരുടെ സംഭാഷണം അമരൻ ഞെട്ടലോടെ കേട്ടു. അധ്യായം 91. അമരൻ പുല്ലിൽ ഒളിച്ചിരുന്ന് തന്നെ തേടിയെത്തിയ 2 യോദ്ധാക്കൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. അവർ തിരച്ചിൽ നിർത്തി തിരിച്ചു പോകാൻ ആലോചിച്ചു. ശരി, നമുക്കിപ്പോൾ പോകാം. നാളെ തിരികെ വന്ന് നമ്മൾ നിർത്തിയെടുത്ത് തന്നെ തിരച്ചിൽ തുടരാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് അവരൊന്ന് ഞെട്ടി. തൊട്ടടുത്ത് നിന്ന യോദ്ധാവിന്റെ നെഞ്ചിലേക്ക് ഒരു മിന്നൽ വേഗത്തിലുള്ള ശക്തി വന്ന് പതിച്ചു. ആ ആക്രമണത്തോടെ യോദ്ധാവ് വായുവിൽ പിന്നിലേക്ക് പറക്കാൻ തുടങ്ങി. അവന്റെ വായിൽ നിന്ന് രക്തം വന്നു. അവനെ ആക്രമിക്കുന്നത് കണ്ട മറ്റേ യോദ്ധാവ് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. അവിടെ അമരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഹേയ്, നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ എന്റെ കൂട്ടുകാരനെ ആക്രമിച്ചത്? ചോദിക്കുന്നതിനിടയിൽ അമരനെ ആക്രമിക്കാൻ ഒരു യോദ്ധാവ് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് തന്റെ നേരെ എന്തോ നീങ്ങുന്നതായി അയാൾക്ക് തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ അമരൻ എറിഞ്ഞ യോദ്ധാവ് ബലഹീനതയോടെ അമരനിലേക്ക് നീങ്ങുന്നുവെന്നും അവന് മനസ്സിലായി. കാരണം അമരൻ ഒഴിഞ്ഞ കൈവിദ്യ ഉപയോഗിച്ചാണ് പോരാളിയെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്. ഒപ്പം അമരൻ വായുവിലേക്ക് ചാടി തന്റെ നേർക്ക് വരുന്ന യോദ്ധാവിന്റെ കഴുത്തിൽ കൈമുട്ട് കയറ്റി. ഉടൻ തന്നെ അയാളുടെ കഴുത്ത് പൊട്ടി. എല്ലുകൾ ഒടിഞ്ഞ ശബ്ദം കേട്ടു. ആളൊഴിഞ്ഞ കാട്ടിൽ ആ ശബ്ദം പ്രതിധ്വനിക്കാൻ തുടങ്ങി. അയാൾ കുഴഞ്ഞു വേഗത്തിൽ നിലത്ത് വീണു. അവിടെ പൊടിപടലങ്ങൾ പറന്നുകൊണ്ടിരുന്നു. അങ്ങനെ കൂടെ വന്ന പോരാളിക്ക് എന്ത് സംഭവിച്ചു എന്ന് മറ്റേ പോരാളിക്ക് കാണാൻ കഴിഞ്ഞില്ല. യോദ്ധാവ് തന്റെ കൂട്ടുകാരനെ കാണാൻ ഓടി. പക്ഷേ അടുത്തെത്തിയപ്പോൾ തന്റെ സഹയോദ്ധാവിന്റെ ശ്വാസം പൂർണ്ണമായും നിലച്ചിരിക്കുന്നതായി കണ്ടു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കൂട്ടുകാരന്റെ അരികിൽ അമരനെയും അവൻ കണ്ടു. പക്ഷേ യോദ്ധാവിന് അമരനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ ദേഷ്യത്തോടെ അമരനോട് ചോദിച്ചു, ഏയ്, ആരാ? നിങ്ങൾ ആരാണ്? എന്തിനാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവൻ ചോദിച്ചു. ഞാൻ നിന്നെ കൊന്നില്ലെങ്കിൽ നീ എന്നെ കൊല്ലും. നിങ്ങൾ രണ്ടുപേരും എന്നെ തേടി ഇവിടെ വന്നതാണ് അല്ലേ? അമരൻ പറഞ്ഞു. ഇത് കേട്ടതും യോദ്ധാവിന്റെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞു. അയാൾ മടിച്ചു ചോദിച്ചു, നീ അമരനാണോ? തന്നെ ആക്രമിക്കുന്നത് അമരനാണെങ്കിൽ അവൻ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് യോദ്ധാവിന് നന്നായി അറിയാമായിരുന്നു. അതിനാൽ ജീവൻ രക്ഷിക്കാൻ ഓടിപ്പോകാൻ യോദ്ധാവ് തീരുമാനിച്ചു. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് വേഗത്തിൽ ഓടാൻ തുടങ്ങി. മറ്റു പട്ടാളക്കാരോട് സഹായം അഭ്യർത്ഥിക്കാൻ ആകാശത്തേക്ക് ഒരു വലിയ പ്രകാശം തെളിയിക്കാൻ അവൻ ആലോചിച്ചു. പക്ഷെ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അമരൻ ഒഴിഞ്ഞ കൈവിദ്യ ഉപയോഗിച്ച് പ്രകാശത്തിന് നേരെ അത് വലിച്ചെറിഞ്ഞു. അപ്പോൾ ആ സാധനം യോദ്ധാവിന്റെ കയ്യിൽ നിന്നും വഴുതി അമരന്റെ കയ്യിലെത്തി. അത് അമരന്റെ കയ്യിൽ എത്തിയ ഉടനെ കുറച്ചു നിമിഷങ്ങൾ സൂക്ഷിച്ചു നോക്കി. അവൻ അത് തന്റെ സമ്പാദ്യ മോതിരത്തിനുള്ളിൽ നിക്ഷേപിച്ചു. അതിനുശേഷം ചാടി എഴുന്നേറ്റു യോദ്ധാവിനെ ആക്രമിക്കാൻ തുടങ്ങി.
അമരൻ തന്റെ നേരെ വരുന്നത് കണ്ട യോദ്ധാവിന്റെ മുഖം വിളറി. അവൻ ഉടൻ തന്നെ പ്രതിരോധിക്കാൻ ഒരു വാളെടുത്ത് വീശാൻ തുടങ്ങി. എന്നാൽ അമരൻ അതൊന്നും കാര്യമാക്കിയില്ല. പകരം ആ മനുഷ്യന്റെ അവസ്ഥ കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ വാൾ പ്രഹരം ഒഴിവാക്കി യോദ്ധാവിന്റെ വയറ്റിൽ ശക്തമായി ഇടിച്ചു. യോദ്ധാവിന്റെ വായിൽ നിന്ന് രക്തമൊഴുകി. അപ്പോഴാണ് അമരൻ തന്റെ വാൾ തട്ടിയെടുത്തെന്ന് യോദ്ധാവ് മനസ്സിലാക്കുന്നത്. ഇത് കണ്ട യോദ്ധാവ് പരിഭ്രാന്തനായി. തന്നെയും കൊല്ലാൻ പോവുകയാണെന്ന് അയാൾക്ക് തോന്നി. അമരൻ വേഗം തന്റെ വാളെടുത്ത് യോദ്ധാവിന്റെ കഴുത്തിലേക്ക് അടുപ്പിച്ചപ്പോൾ മരണഭയത്താൽ യോദ്ധാവിന്റെ കണ്ണുകൾ പെട്ടെന്നടഞ്ഞു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് യോദ്ധാവ് മനസ്സിലാക്കി. അവൻ പതിയെ കണ്ണു തുറന്നു നോക്കി. ആ സമയം അമരൻ വാൾ കഴുത്തിനോട് ചേർത്ത് പിടിച്ചിരുന്നു. ഇനി നീ അല്പം ചലിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ തടയില്ല. അമരന്റെ സംസാരം കേട്ട് യോദ്ധാവ് ഭയന്ന് അനങ്ങിയില്ല. കാരണം അമരൻ പോരാളിയുടെ കഴുത്ത് അറുക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ പോരാളി ഒന്ന് അമരനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. ഹേ അമര, എന്നെ കൊന്നാൽ എന്റെ ചെന്നായിക്കൂട്ടം നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇത് കേട്ട് അമരൻ യോദ്ധാവിന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നത് ശ്രദ്ധിച്ചു. അതവന്റെ ഭയം വ്യക്തമായി കാണിച്ചു. ഇത് മനസ്സിലാക്കിയ അമരൻ ഒരു പുഞ്ചിരിയോട് ചിരിച്ചു. ഓ, ഞാൻ നിന്നെ കൊന്നാൽ നിന്റെ ചെന്നായക്കൂട്ടം എന്നെ വെറുതെ വിടില്ലേ? നിന്നെ ജീവനോടെ വിട്ടാൽ നിന്റെ ചെന്നായിക്കൂട്ടം എന്നെ വെറുതെ വിടുമോ? ആ യോദ്ധാവിനെ ഞാൻ കൊന്നു, അതിനവരെന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടിരിക്കെ അവൻ മരിച്ച യോദ്ധാവിനെ ചൂണ്ടി. അവൻ തന്റെ സഹയോദ്ധാവിന്റെ ശരീരം കണ്ടു. യോദ്ധാവ് കൂടുതൽ കൂടുതൽ പരിഭ്രാന്തനാകാൻ തുടങ്ങി. അവന്റെ മുന്നിൽ ശാന്തനായിരിക്കുന്നതാണ് നല്ലത്, യോദ്ധാവ് മനസ്സിൽ കണക്കുകൂട്ടി. അപ്പോൾ അമരൻ യോദ്ധാവിനോട് ദയയുള്ള സ്വരത്തിൽ പറഞ്ഞു, ശരി, അത് പോകട്ടെ. ഇനി നീ എന്റെ ചില ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുക. ഇത് കേട്ട യോദ്ധാവ് ഉടൻ തന്നെ അമരനെ നോക്കി ചോദിച്ചു, നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞാൽ എന്നെ നീ ജീവനോടെ തിരിച്ചു പോവാൻ അനുവദിക്കുമോ? അയാൾ ആത്മവിശ്വാസത്തോടെ ചോദിച്ചു. അത് കണ്ട അമരൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിനക്കൊരു കാര്യം മനസ്സിലായില്ല യോദ്ധാവേ. ഞാനൊരു ഒത്തുതീർപ്പ് ചർച്ച ചെയ്യാനുള്ള അവസ്ഥയിലല്ല. ഞാൻ ചിന്തിച്ചാൽ ഈ നിമിഷം തന്നെ ഈ വാൾ കൊണ്ട് നിന്നെ 10 കഷ്ണങ്ങളാക്കി കാക്കയ്ക്കും കഴുകനുമായി എറിയാൻ എനിക്ക് കഴിയും. അമരന്റെ ഈ മുന്നറിയിപ്പ് കേട്ട് യോദ്ധാവിന്റെ മുഖം ആകെ വിളറി. കാലുകൾ ശക്തമായി വിറയ്ക്കാൻ തുടങ്ങി. അമരൻ താൻ പറയുന്നത് കേട്ട് തന്നെ മോചിപ്പിക്കുമെന്ന് അയാൾ കരുതി. ശരി, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അയാൾ ചോദിച്ചു. ഇത് കേട്ട അമരൻ വാൽ ചെറുതായി താഴ്ത്തി പറഞ്ഞു, നിങ്ങളുടെ ചെറിയ യജമാനൻ ആ നിഗൂഢ ഗുഹയിൽ നിന്ന് ഒരു പെട്ടിയെടുത്തോ? ഞാൻ എന്താണ് ഇത് അന്വേഷിക്കാൻ കാരണമെന്ന് നീ അറിഞ്ഞോളൂ. അവൻ ആ പെട്ടിയെടുത്താലും തീർച്ചയായും അത് തുറക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിന്റെ താക്കോൽ അവന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമരന്റെ ഈ ചോദ്യത്തിന് യോദ്ധാവ് അവനോട് മുഴുവൻ സത്യവും പറഞ്ഞു. ചെറിയ തലവൻ പെട്ടിയും കൽമേശയും എടുത്തിട്ടുണ്ട്. പക്ഷേ ആ പെട്ടിയിലുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ ഈ ചെന്നായ സംഘത്തിൽ ചേർന്നിട്ട്. യോദ്ധാവിന്റെ വാക്കുകളിലെ സത്യം മനസ്സിലാക്കിയ അമരൻ അവനോട് അടുത്ത ചോദ്യം ചോദിച്ചു. എന്റെ തലയ്ക്ക് സഞ്ജയൻ എത്ര വില തരാമെന്നാണ് പറഞ്ഞത്? ഇത് കേട്ട യോദ്ധാവ് ഒട്ടും താമസിക്കാതെ അവനോട് സത്യം മുഴുവൻ പറഞ്ഞു. ചെറിയ നേതാവ് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളെ പിടികൂടുന്നവർക്ക് വൻ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അയാൾ പറഞ്ഞു. അമരൻ ചിരിച്ചുകൊണ്ട് അവനോട് വീണ്ടും ചോദിച്ചു, അവസാനമായ ഒരു ചോദ്യം, ഗീതാഞ്ജലി സുഖമായിരിക്കുന്നോ? ഈ ചോദ്യത്തിന് യോദ്ധാവ് തലയാട്ടി. അവർ സുഖമായിരിക്കുന്നു. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ശേഷം അവർ മരുന്ന് കടയിലാണ്. അതിനാൽ ചെറിയ നേതാവിന് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കേട്ട അമരൻ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ആ ആശ്വാസം കൊണ്ട് വാൾ അല്പം കൂടി അയവ് വരുത്തിയ ശേഷം യോദ്ധാവ് കിട്ടിയ അവസരം മുതലെടുത്ത് വേഗം തന്റെ കടാര പുറത്തെടുത്തു. അത് മനസ്സിലാക്കിയ അമരൻ തന്റെ കയ്യിലിരുന്ന വാളുമായി അവനെ തടഞ്ഞു. ശരി, ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് നിനക്ക് നേരത്തെ അറിയാലോ. നിന്റെ കൂട്ടുകാരന്റെ കൂട്ടാളിയായ നീയും മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമരൻ തന്റെ വാൾ കൊണ്ട് പോരാളിയുടെ കഴുത്തു വെട്ടി. യോദ്ധാവിന്റെ രക്തം പുറത്തേക്കൊഴുകി. അമരന് വേറെ വഴിയില്ലായിരുന്നു. അയാൾ ജീവനോടെ തിരിച്ചു പോയാൽ ഉറപ്പായും സഞ്ജയനോട് പോയി തന്നെ കുറിച്ച് പറയും. അതിനുശേഷം സഞ്ജയൻ ഒരു വലിയ സംഘത്തെ കാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് അമരൻ അറിയാം. അമരൻ
രണ്ട് യോദ്ധാക്കളുടെയും മൃതദേഹങ്ങൾ വലിച്ചിഴച്ച് അടുത്തുള്ള കുഴിയിലേക്ക് എറിഞ്ഞു. അവർ കുഴിയിൽ വീഴുന്നത് കണ്ട് അമരൻ വരുണമിത്രനോട് പറഞ്ഞു, ഗുരുദേവ, നമുക്ക് പരിശീലനം ഒന്നുകൂടെ വേഗത്തിലാക്കാം. 1 മാസമായി ഈ ചെന്നായ്ക്കൾ എന്നെ മണം പിടിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അവർ നമ്മുടെ ഗുഹ കണ്ടെത്തും. അവൻ പറഞ്ഞു. അതെ അമര, നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് പരിശീലനത്തിന്റെ വേഗത കൂട്ടാം, വരുണമിത്രൻ പറഞ്ഞു. ഇത് കേട്ട് അവന്റെ പരിഭ്രമം അല്പം കുറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം കൂടി ഗുരു, നിങ്ങൾ എന്നെ 3-ാം തല വിദ്യ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അമര, ഒരു 3-ാം തല വിദ്യ താങ്ങാനുള്ള ശക്തി ഇപ്പോൾ നിന്റെ ശരീരത്തിനില്ല. അത് പഠിക്കുമ്പോൾ നിങ്ങൾ വേദനയുടെ സമുദ്രം കടക്കണം. ഇത് മനസ്സിലാക്കൂ അമര, ഗുരു പറഞ്ഞു. അമരൻ അവിടെ നിന്നും തിരിഞ്ഞ് ഗുഹയുടെ അടുത്തേക്ക് നടന്നു. വരുണമിത്രനോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഗുരുവിൽ നിന്ന് ആ 3-ാം നില വിദ്യ പഠിച്ചിരിക്കും. ശേഷം അമരൻ ചില ഔഷധ ചേരുവകൾ ശേഖരിച്ചു. അവൻ സന്തോഷത്തോടെ ഗുഹയിലേക്ക് തിരിച്ചു. അതേസമയം വെള്ളച്ചാട്ടത്തിനധികം ദൂരെയല്ലാതെ ഒരിടത്ത് ചെന്നായ്ക്കൂട്ടത്തിന്റെ ഒരു യോഗം നടന്നു. 2 പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. 2 പേരിൽ ഒരാൾ സഞ്ജയനായിരുന്നു. മറ്റൊരാൾ അവന്റെ പിതാവായിരുന്നു. അയാൾ സഞ്ജയന്റെ അരികിൽ നേതാവിന്റെ കസേരയിൽ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. മുന്നിലുള്ള മേശയിൽ വിരലുകൾ കൊണ്ട് തിരഞ്ഞ് അയാൾ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. അവിടെ നിശബ്ദത ഉടലെടുത്തു. ആ മനുഷ്യൻ അതിനെ ഭേദിച്ചുകൊണ്ട് തന്റെ കനത്ത സ്വരത്തിൽ സഞ്ജയനോട് പറഞ്ഞു, ആ യുവാവിനെ അന്വേഷിക്കാൻ നമ്മളയച്ച 2 സൈനികരെ കണ്ടെത്താനായില്ലെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അവർ എന്നോട് മറ്റൊരു കാര്യം പറഞ്ഞു. കാടിന്റെ പ്രധാന പ്രദേശത്ത് ധാരാളം രക്തക്കറ ഉണ്ടായിരുന്നു എന്ന്. അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്? ആ മനുഷ്യന്റെ പരുക്കൻ ശബ്ദം കേട്ട് സഞ്ജയൻ ചോദ്യത്തിന് ഉത്തരം നൽകി. പിതാവേ, ആ 2 യോദ്ധാക്കളെ ഏതെങ്കിലും മാന്ത്രിക മൃഗം കൊന്നതായിരിക്കുമോ? പലതവണ മാന്ത്രിക വനത്തിൽ പോയിട്ടുള്ളതിനാൽ ഇത്തരം സംഭവങ്ങൾ അവിടെ സാധാരണമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ ചെന്നായ്ക്കൂട്ടത്തിന്റെ നേതാവ്, അതായത് സഞ്ജയന്റെ പിതാവിന് അവന്റെ ഉത്തരം കേട്ട് തൃപ്തനായില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് നേരിയ അതൃപ്തി കാണാമായിരുന്നു. എന്താ സഞ്ജയ, മനസ്സിലാകാതെ സംസാരിക്കുന്നത്? ഒരുപക്ഷെ മാന്ത്രിക മൃഗങ്ങൾ അവരെ ആക്രമിച്ചിരുന്നെങ്കിൽ ആക്രമിക്കുന്നതിന്റെ ലക്ഷണം കണ്ടിട്ടുണ്ടാവാം. അവർ 2 പേരുണ്ടായിരുന്നു. മാന്ത്രിക മൃഗങ്ങളോട് പോലും അവർ നന്നായി യുദ്ധം ചെയ്തിട്ടുണ്ടാകണം. പിന്നെ അടയാളങ്ങളൊന്നും ഉണ്ടാവാതിരിക്കില്ല. ഇവിടെ മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു, സഞ്ജയന്റെ പിതാവ് പറഞ്ഞു. എങ്കിൽ അവർ കുഴിയിലെവിടെയെങ്കിലും വീണതാവുമോ? സഞ്ജയൻ ചോദിച്ചു. നമ്മുടെ യോദ്ധാക്കൾക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവർ വളരെയേറെ ശ്രദ്ധാലുക്കളാണ്. അവർക്ക് വനയാത്രയൊന്നും പുതുമയുള്ള കാര്യമല്ല. അവർ പൂർണ്ണ പരിശീലനം നേടിയ യോദ്ധാക്കളാണ്. അത് മനസ്സിലാക്കൂ, അദ്ദേഹം പറഞ്ഞു. ശരി സഞ്ജയ, നീ എന്താണ് പറയാൻ പോകുന്നത്? ഇതുവരെയും ആരോ കൊന്നിട്ടുണ്ടാകും, അത് മാത്രം വ്യക്തമാണ്. കാരണം സൈനികരുടെ മരണത്തിന്റെ ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വ്യക്തി നമ്മുടെ സൈനികരെ കൊന്ന അടയാളങ്ങൾ നശിപ്പിച്ചു. പിതാവിന്റെ വാക്കുകൾ കേട്ട് സഞ്ജയൻ അഗാധമായ ചിന്തയോടെ മറ്റൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അമരനാണ് ഇതിന് പിന്നിലെന്നാണോ അങ്ങ് പറയുന്നത്? അവൻ തീർച്ചയായും വളരെ ശക്തനാണ്. എന്നാൽ 5 നക്ഷത്ര നിലയിലുള്ള അപരാജിതനായ ഒരാളെ കൊല്ലാൻ മാത്രം ശക്തനല്ല അമരൻ. പക്ഷേ പുത്രന്റെ വിശദീകരണം കേട്ടിട്ടും തൃപ്തനായില്ല ആ പിതാവ്. അനുഭവം അത് നിസ്സാരമായി എടുക്കാൻ അനുവദിക്കുന്നില്ല. അത് ആ യുവാവ് മറ്റാരെങ്കിലുമോ എന്നത് എനിക്ക് പ്രശ്നമല്ല. ആര് എന്ത് ചെയ്തതാണെങ്കിലും, പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ നാളെ കുറച്ച് യോദ്ധാക്കളെ കൂടി ആ പ്രദേശത്തേക്ക് അയക്കുക, അദ്ദേഹം പറഞ്ഞു. പിതാവിന്റെ കൽപ്പനയ്ക്ക് ശേഷം അയാൾക്ക് അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. ശരി, അങ്ങയുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യാം, അവൻ പറഞ്ഞു. ആ ഗുഹയിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി തുറന്ന് നോക്കി സഞ്ജയ, പിതാവ് അന്വേഷിച്ചു. അത് കേട്ട് അവന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ചുറ്റും നോക്കി ആരും പറയുന്നത് കേട്ടില്ല എന്ന് ഉറപ്പിച്ച ശേഷം മടിച്ചുകൊണ്ട് പറഞ്ഞു. പിതാവേ, സത്യം പറഞ്ഞാൽ ആ പെട്ടിയുടെ താക്കോൽ ആ അമരന്റെ പക്കലാണുള്ളത്. നമ്മുടെ ഗ്രാമത്തിലുള്ള ചില കള്ളന്മാരോട് പൂട്ട് പൊളിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ പൂട്ട് പലതരം വസ്തുക്കളാൽ നിർമ്മിച്ചതാണ്. അതിനാൽ ഇത് തകർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
7000 സ്വർണ്ണ നാണയങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം ആ മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ പെട്ടി മാത്രമായിരുന്നില്ല ആ മുറിയിൽ ഉണ്ടായിരുന്നത്. ശരി, ഗീതാഞ്ജലിയെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? പിതാവ് അന്വേഷിച്ചു. ഇതുവരെ എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, അവൻ പറഞ്ഞു. എന്നിട്ട് സഞ്ജയന്റെ തോളിൽ കൈവച്ച് പരുക്കൻ സ്വരത്തിൽ അവനോട് പറഞ്ഞു, ശരി, ഇനി അവളെ ഒന്നും ചെയ്യരുത്. അവൾ നമ്മുടെ ഗ്രാമത്തിലെ ആളുകളോട് വളരെ ദയയുള്ളവളാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എല്ലാ ആളുകളും നമ്മൾക്കെതിരായി തിരിയും. പിതാവ് പറഞ്ഞത് കേട്ട് സഞ്ജയന് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അവളെ ആ മരുന്ന് കടയിൽ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? ദേഷ്യം കലർന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു. അത് കേട്ട് നേതാവ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് മകൻ സഞ്ജയന് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് അയാൾ പറഞ്ഞു, നീ ശാന്തനായിരിക്കൂ. ആ ഗീതാഞ്ജലിയുടെ ജീവിതത്തിൽ ഒരു ആശ്വാസവാക്കിന്റെ അടയാളം ഉണ്ടാകില്ല. കൃത്യസമയത്തിനായി കാത്തിരിക്കണം. അവസരം കിട്ടുമ്പോഴെല്ലാം ആ ഗുഹയിൽ നിന്ന് അവൾ കൊണ്ടുവന്ന നിധി തട്ടിയെടുക്കാൻ നമ്മുടെ പട്ടാളക്കാർ എപ്പോഴും തയ്യാറായിരിക്കണം. സഞ്ജയൻ അതിശയത്തോടെ പിതാവിനെ നോക്കി. അധ്യായം 92. വൈദ്യവനിതയുടെ ജീവിതത്തിൽ ഇനി സമാധാനമുണ്ടാകില്ല എന്ന് കുടിലതയോടെ പറഞ്ഞ പിതാവിനെ സഞ്ജയൻ പുഞ്ചിരിയോടെ നോക്കി. സഞ്ജയൻ പുച്ഛത്തോടെ പറഞ്ഞു, അതെ, നമ്മുടെ ആൾക്കാർ ആ മരുന്ന് കടയിൽ വലിയ താല്പര്യം കാണിച്ചാൽ പച്ചമരുന്ന് പറിക്കാൻ തീർച്ചയായും ഗീതാഞ്ജലിക്ക് മരുന്ന് കടയിൽ നിന്നും പുറത്തു വന്നേ മതിയാവൂ. അങ്ങനെ സംഭവിച്ചാൽ നമുക്കവളെ കിട്ടും. അവന്റെ സന്തോഷം കണ്ട് പിതാവ് കർണൻ തലയാട്ടി. ചെവിക്ക് താഴെയുള്ള മുറിവിൽ തലോടി. എന്നാൽ ഇതുവരെ ആ ഗീതാഞ്ജലി കാരണം നമുക്കൊരു അപകടവും വന്നിട്ടില്ല. 2 നക്ഷത്ര അപരാജിത പദവി എന്നതൊരു സാധാരണ കാര്യമല്ല. എല്ലാവർക്കും അത് സാധ്യമല്ല. ആ അമരൻ ശരിക്കും അതിശക്തനാണ്. പക്ഷെ അവൻ തന്റെ മുഴുവൻ ശക്തിയും നമ്മിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നു. അതായത് പ്രായത്തിനപ്പുറം ജ്ഞാനിയാണ് ആ യുവാവ്. സഞ്ജയ്, ഒരാളുടെ യഥാർത്ഥ ശക്തി അതെന്താണെന്ന് അറിയാതെ ശത്രുവിനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. അവനെ ഉടൻ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ അവൻ നിന്നേക്കാൾ എത്രയോ മടങ്ങ് ശക്തനായി മാറും. മാത്രമല്ല, പ്രതികാരം ചെയ്യാൻ വന്നാൽ നമ്മൾക്ക് അവനെ നേരിടാൻ കഴിയില്ല. നീ ഇതെല്ലാം ഓർക്കുന്നത് ഭാവിയിൽ തീർച്ചയായും നിനക്ക് നല്ലതിനാവും, കർണൻ പറഞ്ഞു. സഞ്ജയന് പിതാവ് പറഞ്ഞത് ബോധ്യം വന്നതിനാൽ അവന്റെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ഒരു പിരിമുറുക്കം ഉടലെടുക്കുകയും ചെയ്തു. ആ പ്രയാസമായ സാഹചര്യത്തിലും അമരൻ തന്നിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്ങനെയെന്ന് സഞ്ജയൻ ഓർത്തു. നാളെ അമരനെ കണ്ടെത്താൻ ഞാൻ ഇരട്ടി പട്ടാളക്കാരെ അയക്കും. അമരനെ കണ്ടെത്തുന്നവരുടെ ശമ്പളം 3 ഇരട്ടിയായി ഉയർത്തും. ഇത് കേട്ടാൽ യോദ്ധാക്കൾ അമരനെ കണ്ടെത്തും വരെ വിശ്രമിക്കില്ല. ഇനി ഞാൻ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആ അമരനെ കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും, ശബ്ദം ചെയ്തതുപോലെ സഞ്ജയൻ പറഞ്ഞു. അതേസമയം ഗ്രാമത്തിൽ നിന്ന് അല്പം അകലെ കാടിന് നടുവിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നു. അതിലൊഴുകുന്ന വെള്ളം അരുവിയുടെ ഓരത്തെ വലിയ കല്ലുകളെ പോലും തകർത്ത് ചെറിയ ഉരുളൻ കല്ലുകളാക്കി അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. തടാകത്തിന്റെ നീരുറവ മുഴുവൻ അതിവേഗത്തിൽ വെള്ളച്ചാട്ടമായി ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിന് നടുവിൽ 10 വലിയ മരത്തടികൾ പൊങ്ങിക്കിടക്കുന്നത് അമരൻ കണ്ടു. അമരൻ വരുണമിത്രനെ പുഞ്ചിരിയോടെ നോക്കി. ഗുരു, ഞാൻ വെള്ളച്ചാട്ടത്തിൽ നിന്നുകൊണ്ട് പരിശീലിച്ചിട്ടില്ല. 3ാം നില വിദ്യ ഇത്തരത്തിൽ ഒരിടത്തു നിന്ന് പഠിച്ചാൽ അത് മഹത്തരമായി മാറും. വരുണമിത്രന്റെ മനസ്സിൽ എന്താണെന്നറിയാതെ അമരൻ തമാശയായി ചോദിച്ചപ്പോൾ വരുണമിത്രൻ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. തീർച്ചയായും അമര, നീ പറഞ്ഞത് ശരിയാണ്. ഇത്തരത്തിൽ ഒരു പരിശീലനവും അത്യാവശ്യമാണ്. കാരണം 2ാം നില വിദ്യയും 3ാം നില വിദ്യയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനിത് നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് 3ാം നില വിദ്യ മുഴുവനായി പഠിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രധാന കാര്യങ്ങൾ നീ ആദ്യം പഠിക്കേണ്ടതായുണ്ട്. വരുണമിത്രൻ അമരന്റെ മുതുകിൽ തൂങ്ങിക്കിടക്കുന്ന കറുത്ത കല്ലിലേക്ക് വിരൽ ചൂണ്ടി. ആ കരിങ്കല്ലിങ്ങ് തരൂ. അമരൻ ആ കരിങ്കല്ല് ഗുരുവിന് കൊടുത്തു. വരുണമിത്രൻ കല്ലെടുത്ത് കയ്യിൽ പിടിച്ച് നേരെ അമരനെ നോക്കി. വരുണമിത്രൻ പുഞ്ചിരിയോടെ തയ്യാറാണോ എന്ന് ചോദിച്ചു. അവൻ പെട്ടെന്ന് തലയാട്ടി. ഗുരു, 3ാം തല വിദ്യ പഠിക്കാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്, അവൻ പറഞ്ഞു. അവന്റെ ആവേശം കണ്ട് വരുണമിത്രൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ ഭാരമേറിയ കരിങ്കല്ല് കയ്യിലെടുത്തു. മെല്ലെ വായുവിൽ ചുഴറ്റാൻ തുടങ്ങി. കല്ല് പറന്നു.
അതുമായി ഗുരുദേവൻ പറന്നുയർന്നപ്പോൾ നേരെ തടാകത്തിന്റെ നടുവിൽ നിന്നു. തലകുനിച്ച് തടാകത്തിലേക്ക് നോക്കി. തടാകത്തിന് മുകളിൽ 5 കാതം ദൂരെ ഗുരു നിന്നു. വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കി കണ്ണുകളടച്ച വരുണമിത്രൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് നിമിഷങ്ങൾക്കകം പെട്ടെന്ന് കണ്ണു തുറന്നു. ഉടൻ തന്നെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ പാമ്പിനെ പോലെയുള്ള മൃഗം പുറത്തേക്ക് വന്നു. വരുണമിത്രൻ ശക്തിയാൽ ആ മൃഗത്തെ സൃഷ്ടിച്ചു. ഗുരുവിന്റെ ശക്തിക്കനുസരിച്ച് അതിന്റെ രൂപവും വലുതായിരുന്നു. ഉടനെ പല ഊർജങ്ങളും ഗുരുവിൽ നിറഞ്ഞു. തടാകത്തിലെ വെള്ളം ഒരിടത്തൊത്തുകൂടിയപ്പോൾ അത് ചൂടുപിടിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന അമരൻ ഞെട്ടി. കാരണം താനിപ്പോൾ കാണുന്ന വരുണമിത്രനും താൻ അറിയുന്ന വരുണമിത്രനും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇപ്പോൾ ഉറയിൽ നിന്ന് ഒരു കത്തി പുറത്തേക്ക് വരുന്നത് പോലെ അവൻ അപകടകാരിയായി കാണപ്പെട്ടു. അവന്റെ പരിധിയിൽ വരുന്നതെന്തും പൊടിയായി മാറുമെന്ന് ഉറപ്പായിരുന്നു. വരുണമിത്രനെ ഇങ്ങനെ കണ്ടപ്പോൾ അമരന്റെ മനസ്സിൽ പരിഭ്രാന്തി പടർന്നു. ഇതാണ് തന്റെ ഗുരുവിനെ കുറിച്ചുള്ള പരമമായ സത്യം. ഗജവീരൻ, എന്റെ ഗുരു ശരിക്കും ശക്തനാണ്. അമരൻ സ്വയം പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഒരു മിന്നൽ മിന്നി. തനിക്കും ഒരു നാൾ വരുണമിത്രനെ പോലെ ശക്തനാകാൻ കഴിയുമെന്ന പ്രതീക്ഷ അവനിൽ തെളിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ആ പ്രതീക്ഷയുടെ പ്രകാശവും മിന്നിമറയാൻ തുടങ്ങി. തടാകത്തിന്റെ മറുകരയിൽ വായുവിൽ പൊങ്ങിക്കിടന്ന വരുണമിത്രൻ ആ ഭാരമേറിയ കരിങ്കല്ല് മെല്ലെ ഉയർത്തി. അതിലെ അടയാളങ്ങൾ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചു. ഉടനെ അതിൽ നിന്നും ഒരു ചുവന്ന വെളിച്ചം ഉയർന്നു. കൂടാതെ തടാകത്തിന് മുകളിലുള്ള വായു പെട്ടെന്ന് കട്ടിയുള്ളതും ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ ഒരു മൂടൽ മഞ്ഞ് പോലെ രൂപപ്പെട്ടു. സായാഹ്ന വെയിലിൽ കയ്യിലെ കരിങ്കല്ല് ചുവന്നു തിളങ്ങാൻ തുടങ്ങി. ആ പ്രഭയിൽ കോടമഞ്ഞ് പതിയെ പതിയെ അപ്രത്യക്ഷമായപ്പോൾ ദൂരെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വരുണമിത്രനെ കണ്ട് അമരൻ ഞെട്ടി. തന്റെ ഗുരുവിന്റെ വേഗത ഇത്രയധികം ഉയരുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന അമരന് ആ കാഴ്ചയിൽ ചെറിയൊരു പരിഭ്രമം തോന്നി. അതേസമയം ഈ മൂന്നാമത്തെ വിദ്യ തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന ഭയവും അവന്റെ മനസ്സിനെ കീഴടക്കി. തന്റെ ഗുരുവിന്റെ പ്രവൃത്തികൾ കണ്ണെടുക്കാതെ വീക്ഷിക്കാൻ തുടങ്ങി അമരൻ. ദൂരെ നിന്നിരുന്ന വരുണമിത്രൻ പെട്ടെന്ന് കണ്ണിൽ നിന്നും മറഞ്ഞു. അമരൻ അമ്പരപ്പോടെ ഗുരുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഗുരു ഇത്രയും നേരവും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് എവിടെ പോയി? വെള്ളത്തിൽ നിന്ന് ഏകദേശം 10 അടി അകലെയുള്ള അമരൻ നോക്കുമ്പോൾ വരുണമിത്രൻ വായുവിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. തന്റെ മുൻപിൽ ഒഴുകുന്ന വെള്ളച്ചാട്ടവും അതിന്റെ ഗാംഭീര്യവും കണ്ട് അമരൻ ഭയന്നു. അവൻ മനസ്സിൽ വിചാരിച്ചു, ഈ ഉഭയജീവിക്ക് മുമ്പ് എന്റെ ഗുരു ഒരു സാധാരണ ചെറിയ ഉറുമ്പിനെ പോലെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശക്തി ഈ ഉഭയജീവിയേക്കാൾ അപകടകരമാണ്. അതേസമയം വെള്ളച്ചാട്ടത്തിന്റെ കുത്തൊഴുക്കിൽ ശക്തമായ കാറ്റ് വീശി തുടങ്ങി. പല മരങ്ങളും പിഴുതെറിയുന്ന തരത്തിലുള്ള ശക്തമായ കാറ്റ് വരുണമിത്രനെ ഒട്ടും ചലിപ്പിച്ചില്ല. വരുണമിത്രൻ നിന്നിടത്തു നിന്നും പെട്ടെന്ന് കറങ്ങാൻ തുടങ്ങി. ഗുരുവിന്റെ ഭ്രമണത്തിന്റെ വേഗത ക്രമേണ കൂടിക്കൂടി വന്നു. അതേസമയം കരിങ്കല്ലിന്റെ പ്രകാശവും മിന്നിമറഞ്ഞു. ആ പ്രകാശത്തിന്റെ പ്രഭ കാരണം അമരൻ കണ്ണുകളടച്ചു. പെട്ടെന്ന് വരുണമിത്രന്റെ ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങി. 3ാം ഘട്ട വിദ്യ അഗ്നി തരംഗമാണ്. ആ ശബ്ദം അമരന്റെ കാതിൽ വീണു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ശബ്ദം താഴ്വരയിലാകെ പ്രതിധ്വനിച്ചു. അതോടൊപ്പം അവിടെ ചൂട് കൂടുകയും ആ ചൂട് കാരണം തടാകത്തിലെ നീരുറവകൾ പുറത്തേക്ക് വരാനും തുടങ്ങി. നീരുറവകൾക്ക് നടുവിൽ നിന്ന് ഒരു ചുവന്ന വെളിച്ചം പ്രത്യക്ഷപ്പെട്ട് പതുക്കെ നീങ്ങാൻ തുടങ്ങി. ചുവന്ന വെളിച്ചം ഉറവയിലൂടെ പോകുമ്പോൾ ഉറവകളെല്ലാം തിരിഞ്ഞു തുടങ്ങി. ആവിയായി. ആ ചുവന്ന വെളിച്ചം തിരമാലയായി. വഴിവക്കിലെ കല്ലുകളെല്ലാം ആ പ്രകാശത്തിൽ ഇല്ലാതായി. ഇല്ല, ഞാനിത് ചെയ്യാൻ പാടില്ല. ഗുരുദേവന്റെ മുഴുവൻ ശക്തിയും എനിക്കറിയണം എന്നു കരുതി ധൈര്യം സംഭരിച്ച് അമരൻ കണ്ണു തുറന്ന് വരുണമിത്രനെ നോക്കി. പക്ഷേ കനത്ത മൂടൽമഞ്ഞ് കാരണം ഒന്നും വ്യക്തമായി കാണുന്നില്ല. അതേസമയം തടാകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ശക്തമായ കാറ്റ് വീശുന്നതും ആ കാറ്റിൽ മഞ്ഞ് മൂടി മുഴുവൻ പറന്നു പോകുന്നതും അമരൻ കണ്ടു. മൂടൽമഞ്ഞ് നീങ്ങിയപ്പോൾ അമരന് പിന്നിൽ മറഞ്ഞിരുന്ന വെള്ളച്ചാട്ടം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. എന്നാൽ അതേസമയം അവന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. ഒരു നിമിഷം അവന്റെ ശ്വാസം പോലും നിലച്ചു. അവൻ സ്വയം നിയന്ത്രിച്ച് മുന്നിലെ രംഗം നോക്കി. മുന്നിലെ വെള്ളച്ചാട്ടത്തിലെ വെള്ളമെല്ലാം അപ്രത്യക്ഷമായി. വർഷങ്ങളായി വെള്ളച്ചാട്ടത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പലതരം കല്ലുകൾ മാത്രമേ ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. വെള്ളച്ചാട്ടത്തിന്റെ പാത
100 അടി നീളവും 30 അടി വീതിയുമുള്ള വെറും പാറയായി മാറിയിരിക്കുന്നു. ഏകദേശം 20 നിമിഷങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷമായ വെള്ളം വീണ്ടും ഉറവയിലൂടെ പതുക്കെ ഒഴുകാൻ തുടങ്ങി. അതിലൂടെ താഴെയുള്ള എല്ലാ കല്ലുകളും വെള്ളത്തിന്റെ ഒഴുക്കിൽ പതുക്കെ അപ്രത്യക്ഷമായി. മുന്നിൽ നടന്ന അത്ഭുതം കണ്ട് അമരൻ സ്തബ്ധനായി. ഇതാണോ 3-ാം നില വിദ്യ? ഞാൻ വിചാരിച്ചതിലും ഏറെ ശക്തമായ വിദ്യ, അവൻ ആശ്ചര്യത്തോടെ ഉറക്കെ പറഞ്ഞു. അതേസമയം വരുണമിത്രനും ആകാശത്ത് നിന്ന് പതുക്കെ ഇറങ്ങി. വരുണമിത്രൻ അമരനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, കണ്ടു അമര, നീ ചോദിച്ച 3-ാം നില വിദ്യയുടെ ഒരു സാധാരണ നിലയാണിത്. ഈ വിദ്യയിൽ വൈദഗ്ധ്യം നേടിയാൽ മലകൾ തകർക്കുന്നതും തിരമാലകൾ തകർക്കുന്നതും നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള കാര്യമാകും. ഇത് കേട്ട് വളരെ സന്തോഷിച്ച അമരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കരിങ്കല്ല് നിലത്തെറിഞ്ഞു. എഴുന്നേറ്റ് കൈകൾ തുടച്ചു. വെള്ളച്ചാട്ടത്തിന് നടുവിൽ കുടുങ്ങിയ മരത്തടികളിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. അമര, നീ ഈ നീരുറവയുടെ ഒഴുക്ക് താങ്ങി നിർത്തി പരിശീലനം തുടരണം. ഇതിൽ 10 പടികളുണ്ട്. 10-ാം പടി മുതലാണ് നിങ്ങളുടെ പരിശീലനം ആരംഭിക്കുന്നത്. ഈ ജലപ്രവാഹത്തെ 300 തവണ അതിജീവിച്ചാൽ അതിനർത്ഥം നിങ്ങൾ അഗ്നിതരംഗത്തിന്റെ ആദ്യ ഘട്ടം കടന്നുപോയി എന്നാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് 3-ാം നിലയുടെ 9-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. എന്നാൽ അമര, നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായി ഓർക്കണം. ഒരിക്കൽ മാത്രമേ ഈ തരംഗം ഉപയോഗിക്കാൻ സാധിക്കൂ. രണ്ടാമതും ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ കഴിവിനെ ബാധിക്കും. അത് നിങ്ങളിൽ കൂടുതൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നന്നായി ആലോചിക്കൂ. ശരിയായ സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കൂ, വരുണമിത്രൻ പറഞ്ഞു. ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് അമരൻ സമ്മതത്തോടെ തലയാട്ടി. പിന്നെ നോട്ടം തിരിച്ചു നോക്കിയപ്പോൾ വെള്ളച്ചാട്ടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന 10-ാമത്തെ തടി കണ്ടു. തടിക്ക് ചുറ്റും പാറക്കല്ലുകളും കണ്ടു. വെള്ളത്തിന്റെ ഒഴുക്ക് വേഗത്തിലാണെന്ന് മാത്രമല്ല, ശക്തിയേറിയതാണെന്നും അമരൻ തിരിച്ചറിഞ്ഞു. അവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. കല്ലു നിറഞ്ഞ ഈ സ്ഥലം നോക്ക്. ശക്തി ഉപയോഗിക്കാതെ അവിടെ പോയാൽ ഈ വെള്ളത്തിന്റെ വേഗതയിൽ ഞാൻ വീഴും. ഞാൻ പറയുന്നത് ശരിയല്ലേ ഗുരുദേവ? അമരൻ ചോദിച്ചു. ഒരു പക്ഷേ, എന്നാൽ എപ്പോഴെങ്കിലും പരിശീലനം ആരംഭിക്കുമ്പോൾ ഈ കറുത്ത കല്ല് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഈ അഗ്നിതരംഗ വിദ്യ ഉപയോഗിക്കാൻ ഈ കല്ലിനെ ആശ്രയിക്കേണ്ടി വരും. ഇനി നിന്റെ ശക്തി ഗുളികകൾ നിനക്ക് ആവശ്യമില്ല. അതെനിക്ക് തരൂ. ഇനി വരാനുള്ള പരിശീലനത്തിൽ ശക്തി വീണ്ടെടുക്കണം, ഗുരു പറഞ്ഞു. അമരൻ തന്റെ ഗുരുവിന്റെ വാക്ക് കേട്ട് ശാന്തമായി തന്റെ നിധിമോതിരത്തിൽ നിന്ന് ഗുളികകൾ എടുത്ത് വരുണമിത്രനെ ഏൽപ്പിച്ചു. ഇതിന്റെ പേരിൽ അദ്ദേഹത്തോട് തർക്കിക്കുന്നത് വ്യർത്ഥമാണെന്ന് അമരൻ അറിയാമായിരുന്നു. ഒരു വാക്കുപോലും പറയാതെ അമരൻ വരുണമിത്രന്റെ ഉപദേശം സ്വീകരിച്ചു. താൻ തയ്യാറാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അമരൻ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് ഓടി. വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയ ഉടൻ അമരൻ ഒരു വലിയ ശ്വാസമെടുത്ത് തടിയിൽ ചാടി നേരെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ വെള്ളത്തിന്റെ ശക്തമായ ശക്തി അവനെ തട്ടി അകത്തേക്ക് വലിച്ചു. ആ വേഗതയിൽ അമരൻ ശക്തമായ ഒഴുക്കിലേക്ക് ഊളിയിട്ടു. അവിടെയുള്ള ഓരോ ചെറിയ കല്ലും അവനിൽ തട്ടി. അതവന്റെ ഓരോ കോശത്തിലും ഒരു ചെറിയ വേദന നൽകി. എന്നാൽ അമരൻ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് തടാകത്തിന്റെ മുകളിലേക്കെത്തി. ശ്വാസം കിട്ടാൻ വേണ്ടി ഇറക്കിയ വെള്ളമെല്ലാം അമരൻ തുപ്പിക്കളഞ്ഞു. അവന്റെ പ്രവൃത്തി കണ്ടു നിന്ന വരുണമിത്രൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ അമര, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ വിദ്യയിൽ എത്ര പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും ഈ അഭ്യാസം പഠിക്കും. ഗുരു വീണ്ടും ചിരിച്ചു. അമരന് അല്പം ദേഷ്യം വന്നു. ഗുരു, ഞാനിത് അത്ര പെട്ടെന്ന് വിടില്ല. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോരാടി എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞ് അമരൻ തടാകത്തിൽ നിന്നിറങ്ങി വീണ്ടും വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ മരത്തടിയിലേക്ക് നീങ്ങി. അവൻ നടന്നിടത്തെല്ലാം ശരീരത്തിലെ വെള്ളം തുള്ളിയായി ഒലിച്ചിറങ്ങാൻ തുടങ്ങി. അമരൻ വീണ്ടും തടിയുടെ മുൻപിൽ പോയി നിന്നു. ദീർഘനിശ്വാസമെടുത്ത് ആ തടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ ശക്തി സംഭരിച്ച് തടിയിൽ ചാടി. എന്നാൽ കഴിഞ്ഞ തവണ ഉണ്ടായ അതേ അവസ്ഥ തന്നെയാണ് ഇത്തവണയും അമരന് സംഭവിച്ചത്. അപ്പോഴും തളരാതെ അമരൻ ശ്രമം തുടർന്നു. അവൻ വീണ്ടും വീണ്ടും വീഴുന്നത് നോക്കി
വരുണമിത്രൻ തടാകക്കരയിലിരുന്നു. എനിക്കറിയാം അമരൻ വിട്ടുകൊടുക്കുന്ന ആളല്ലെന്ന്. എന്നാൽ ഈ വിദ്യ കൃത്യമായി പഠിക്കാൻ അവന്റെ സ്ഥിരോത്സാഹം സഹായിക്കുമോ? വരുണമിത്രൻ സ്വയം ചോദിച്ച് അമരന്റെ പരിശീലനം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. 93. മഹത്തായ ആ നീരുറവ ആയിരക്കണക്കിന് വർഷങ്ങളായി തുടർച്ചയായി ഈ സ്ഥലത്ത് ഒഴുകിയിരുന്നു. ഈ സ്ഥലം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് മൂടൽ മഞ്ഞ് മൂടിയിരുന്നു. ഈ നീരുറവ പൊതുകാഴ്ചയിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. ഉറവയിൽ നിന്നുള്ള വെള്ളം ഒരു വെള്ളി മഹാസർപ്പം കല്ലുകൾക്ക് മുകളിലൂടെ ഇഴയുന്നത് പോലെ ഒഴുകി താഴേക്ക് പതിച്ചു. വെള്ളച്ചാട്ടത്തിനിടയിൽ ഒരു വലിയ കറുത്ത കല്ലും കയ്യിൽ പിടിച്ച് അമരൻ നിൽക്കുകയായിരുന്നു. തുടർച്ചയായി ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ശക്തമായ ഒഴുക്കിനെ അവൻ ചെറുക്കാൻ ശ്രമിച്ചു. മരത്തിന്റെ വേരുകൾ പോലെ അമരന്റെ കാലുകൾ ആഴത്തിൽ പതിഞ്ഞിരുന്നു. കൂടാതെ അമരന്റെ ശരീരത്തിന് ചുറ്റും ഒരു മഞ്ഞ പ്രകാശം കാണപ്പെട്ടു. ആ പ്രകാശത്തിന്റെ പ്രഭ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. വെള്ളത്തിന്റെ വേഗതയിൽ നിന്ന് രക്ഷ നേടാൻ വെള്ളത്തിൽ നിൽക്കുന്ന അമരന്റെ മനസ്സിൽ ഒരു ആശയം തോന്നി. വെള്ളച്ചാട്ടത്തിന്റെ ആഘാതത്തെ അതിജീവിച്ച ആ കരിങ്കല്ല് പെട്ടെന്ന് തലയിലേക്ക് മാറ്റി. വിജയം കണ്ട് അമരൻ പുഞ്ചിരിക്കാൻ തുടങ്ങി. വെള്ളത്തിന്റെ തീവ്രത അല്പം ശമിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ സന്തോഷം ചിരിയായി മാറി. ഉറക്കെ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അമരന്റെ ശ്രദ്ധ തെറ്റി തലയിലെ കല്ലുമായി വെള്ളത്തിലേക്ക് വീണു. അമരൻ വീണ്ടും വെള്ളച്ചാട്ടത്തിൽ നിന്ന് തല പുറത്തേക്ക് നീട്ടി വെള്ളം തുപ്പി. ശ്രദ്ധയില്ലായ്മയിൽ പശ്ചാത്തപിച്ച് തലയാട്ടി സ്വയം ശകാരിച്ചു. അവൻ സ്വയം ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, അമര, നീ അശ്രദ്ധനായിരിക്കുന്നതിൽ നിനക്ക് നാണമില്ലേ? ഈ തുടർച്ചയായ പരിശീലനത്തിൽ അമരൻ വല്ലാതെ തളർന്നിരുന്നു. ഒഴുക്കിനോട് ശക്തമായി മല്ലിടുമ്പോൾ അവന്റെ ശരീരമാകെ 1000 കല്ലുകൾ കൂട്ടിയിടിച്ച പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. അമര, ഇനി വിശ്രമിക്കൂ. ഭക്ഷണം കഴിച്ച് പരിശീലനം തുടരൂ, വരുണമിത്രൻ പറഞ്ഞു. അമരൻ ഗുരുവിനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ മുന്നിൽ കണ്ട മത്സ്യത്തെ നോക്കി. ഉടനെ അവന്റെ മുഖം വക്രമായി. ആ മത്സ്യമാണോ താൻ കഴിക്കേണ്ടതെന്ന ഭാവത്തിൽ ഗുരുവിനെ നോക്കി. പക്ഷേ വിശപ്പ് അവന്റെ വയറ്റിൽ നൃത്തം ചവിട്ടി. മനസ്സില്ലാ മനസ്സോടെ അമരൻ വരുണമിത്രനെ നോക്കി. എനിക്ക് കഴിക്കാൻ വേറെ ഒന്നുമില്ലേ ഗുരു? ഇതാണോ ഞാൻ കഴിക്കേണ്ടത് എന്ന് ചോദിച്ച് അമരൻ മുഖം ചുളിച്ചു. അമരന്റെ ചോദ്യം കേട്ട് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പറയൂ അമര, നീ ശരിക്കും കഷ്ടപ്പെട്ടാണ് പരിശീലിക്കുന്നത്. പിന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം പോലും നിനക്ക് ലഭിക്കുന്നില്ല. എന്ത് വേണമെന്ന് ചോദിക്ക. എന്റെ ശക്തി കൊണ്ട് ഞാൻ നിനക്ക് സദ്യ ഉണ്ടാക്കി തരാം, വരുണമിത്രൻ പറഞ്ഞു. സദ്യ എന്ന് പേര് കേട്ടപ്പോൾ തന്നെ അമരന്റെ വേദനകളെല്ലാം അപ്രത്യക്ഷമായി. ഉടനെ കൗതുകത്തോടെ അവൻ എഴുന്നേറ്റു. ഗുരു, ശരിക്കും അങ്ങ് സദ്യ തരുമോ? അമരന്റെ ചോദ്യം കേട്ട് വരുണമിത്രന്റെ മുഖം മാറി. ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, താരകേയ വംശത്തിലെ രാജകുമാരൻ ഒരു മോശം ഭക്ഷണം കിട്ടുമ്പോൾ തന്നെ പലതും മറക്കുന്നത് പോലെയാണിത്. അമര, നമ്മൾ ഇവിടേക്ക് വന്നത് ഉല്ലാസയാത്രയ്ക്കല്ല, നിന്റെ പരിശീലനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. പ്രധാന കാര്യം ഇത് പരിശീലനമാണ്. നീ സ്വയം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കുമാര. ഈ മത്സ്യം അത്ര രുചികരമാകില്ല, എന്നാൽ ഇത് നിന്റെ ശരീരത്തിന് വളരെ പ്രധാനമാണ്. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും മറന്ന് ഇത് കഴിക്കുക. ഇത് നിന്നെ ശക്തരാക്കും. നിനക്കിത് ഇഷ്ടമല്ല, നീ ഇത് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളെല്ലാം മറന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പൊയ്ക്കോളൂ. നിന്നെ ഇവിടെ ആരും തടയാൻ പോകുന്നില്ല, വരുണമിത്രൻ ദേഷ്യത്തോടെ അലറി. ഗുരുവിന്റെ കോപം നിറഞ്ഞ വാക്കുകൾ അമരന്റെ കോപം ഉണർത്തി. അവൻ വരുണമിത്രന്റെ കയ്യിൽ നിന്ന് പാകം ചെയ്ത മീൻ വാങ്ങിക്കഴിക്കാൻ തുടങ്ങി. വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ മരത്തടികളിൽ അവന്റെ നോട്ടം പതിഞ്ഞു. അമരൻ പരിശീലനത്തിൽ ഏറെ മുന്നോട്ടു പോയിരുന്നു. ഈ 5 ദിവസം കൊണ്ട് 10ാം തടിയിൽ നിന്നും 7ാം തടിയിലേക്ക് അവൻ പുരോഗമിച്ചു. അതും ഇത്രയും കാലം ഈ കഷ്ടപ്പാട് സഹിച്ചത് ശരിക്കും വലിയ കാര്യമാണെങ്കിലും ഞാൻ അവനെ അഭിനന്ദിക്കില്ല. അഭിനന്ദനം മിക്കപ്പോഴും അഹങ്കാരത്തിന് വഴിയൊരുക്കും. അഹങ്കാരം തോന്നിപ്പോയാൽ പിന്നെ പരിശീലനമെടുക്കുന്നതിലുള്ള ശ്രദ്ധയും താല്പര്യവും കുറയ്ക്കും. ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ച് വരുണമിത്രൻ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന അമരനെ നോക്കി. പിന്നെ എന്തൊക്കെയോ ആലോചിച്ചു. അമര, നിന്നെ തേടി ഈ പ്രദേശത്തേക്ക് വരുന്ന യോദ്ധാക്കളുടെ എണ്ണം ക്രമേണ വർദ്ധിക്കും. സ്വയം സംരക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
വരുണമിത്രൻ ഗൗരവമുള്ള സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അമരൻ ആ മുന്നറിയിപ്പ് കേട്ട് ഗുരുവിനെ നോക്കി. ഭക്ഷണം കഴിക്കുന്നതിന്റെ വേഗത കുറഞ്ഞു. അവൻ പെട്ടെന്ന് ഭക്ഷണം വായിലിട്ട് വിഴുങ്ങിക്കൊണ്ട് ചോദിച്ചു, അപ്പോൾ അവർ എന്നെ അന്വേഷിച്ചു കണ്ടെത്തുമോ ഗുരു? വരുണമിത്രൻ ഭക്ഷണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അമരന്റെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ സംസാരം തുടങ്ങിയത്. വിചാരിച്ച പോലെ അമരൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി സൈനികരെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ആ ചെന്നായ സംഘം നിന്നെ തിരഞ്ഞാൽ 1 മാസത്തിനകം നിന്നെ കണ്ടെത്തും. അതുകൊണ്ട് പരിശീലനത്തിന്റെ വേഗത കൂട്ടൂ. വരുണമിത്രൻ ഗൗരവത്തിൽ പറഞ്ഞു. ഗുരു പറഞ്ഞത് കേട്ട് ആശ്ചര്യത്തോടെ അമരൻ അദ്ദേഹത്തെ നോക്കി. തന്റെ പരിശീലനത്തിന്റെ ഇപ്പോഴത്തെ വേഗത തന്നെ കൂടുതലായതിനാൽ ഇതെങ്ങനെ ഇനിയും കൂട്ടും എന്നറിയാതെ അമരൻ കുഴങ്ങി. പക്ഷെ ഗുരു, എനിക്കെങ്ങനെ ഇനിയും വേഗത കൂടും? അമരൻ ആശയക്കുഴപ്പത്തിൽ ചോദിച്ചു. നോക്കമര, നിനക്ക് വേഗതയുണ്ട്. പക്ഷേ ഇനിയും കൂട്ടിയാൽ യോദ്ധാക്കൾ അന്വേഷിച്ചു വരുന്ന പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാം. വരുണമിത്രൻ പറഞ്ഞു. എന്താ ഗുരു അങ്ങ് ഉദ്ദേശിക്കുന്നത്? അമരൻ കൗതുകത്തോടെ ചോദിച്ചു. അതിനു നീ ഒരുപാട് വേദനയും കഷ്ടപ്പാടും സഹിക്കേണ്ടി വരും അമര. ഇത് കേട്ട് അമരൻ അമ്പരന്നു. എന്താ എന്താ ഗുരു, ഇനിയും വേദനക്കടൽ നീന്താനുണ്ടോ? എന്നാൽ ഇപ്പോഴുള്ള വേദനയിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മോചിതനായിട്ടില്ല. ഇതിലും കൂടുതൽ വേദന എങ്ങനെ അനുഭവിക്കണം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അമരൻ ഭയത്തോടെ ചോദിച്ചു. ഇത് കേട്ട് വരുണമിത്രൻ ചെറുതായി പുഞ്ചിരിച്ചു. അതേ അമര, നീ പറഞ്ഞത് വളരെ ശരിയാണ്. വരുണമിത്രൻ തന്റെ സംഭരണ മോതിരത്തിൽ നിന്നും 10ഓളം പച്ചക്കുപ്പികൾ പുറത്തെടുത്തു. അതിനുള്ളിൽ ഒരു ചുവന്ന ദ്രാവകമായിരുന്നു. കാഴ്ചയിൽ ആ ദ്രാവകം ചുവന്നതും കട്ടിയുള്ളതുമായി തോന്നി. അത് രക്തമാണെന്ന് അമരന് പെട്ടെന്ന് മനസ്സിലായി. ഇത് ആരുടെയോ രക്തമാണെന്ന് കരുതി അമരൻ ഒന്ന് സംശയിച്ച് വരുണമിത്രനോട് ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്താണ് ഗുരു ഇത്? ഇത് ഊഷ്മള രക്തമാണ്. ഞാൻ നിനക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണ്. ഇത് നിർമ്മിക്കാൻ 20 അഗ്നിമൂലക സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അഗ്നിമൂലക ശക്തിയിൽ 2ാം സ്ഥാനത്തുള്ള 3 മൃഗങ്ങളുടെ രക്തമാണ് ഞാൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പാനീയത്തെക്കുറിച്ച് ലളിതമായി പറഞ്ഞാൽ ഇത് 4ാമത്തെ നിലയിലുള്ള ഗുളികയ്ക്ക് തുല്യമാണ്. ഇത് കേട്ട അമരന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. അമരൻ കൗതുകത്തോടെ ചോദിച്ചു. 4ാം ഘട്ടം? ദൈവമേ, ഇത് മൈഥിലി പാനീയത്തേക്കാൾ ശക്തമാണ്. പക്ഷേ ഈ ദ്രാവകം കൊണ്ട് എന്ത് മാറ്റമാണ് ഗുരു ഉണ്ടാവാൻ പോകുന്നത്? ഇതെല്ലാവരെയും സഹായിക്കുമോ? എല്ലാവർക്കും ഇതിന്റെ ഗുണം അനുഭവിക്കാനാവുമോ? മരുന്നിനെ കുറിച്ച് അറിയാനുള്ള അമരന്റെ കൗതുകം കണ്ട് വരുണമിത്രൻ അവനെ നോക്കി അർത്ഥവത്തായി പുഞ്ചിരിച്ചു. എരിയുന്ന ഈ രക്തം എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടില്ല അമര. അഗ്നിമൂല ശക്തിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ്. ഒരുപക്ഷേ ജലമൂല ശക്തിയുള്ളവർ ഇത് ഉപയോഗിച്ചാൽ അത് വിഷമായി മാറുകയും ജീവൻ അപകടത്തിലാവുകയും ചെയ്യും. അഗ്നിശക്തിക്ക് ഈ മരുന്നിന്റെ ശക്തിയെ നേരിടാൻ കഴിയും. വരുണമിത്രൻ പറഞ്ഞു. ഇതെങ്ങനെ ഗുരു? അമരൻ ആകാംക്ഷ നിയന്ത്രിക്കാനാവാതെ ചോദിച്ചു. ഈ മരുന്നിന്റെ ഫലമാകട്ടെ ശരീരത്തിലെത്തുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ഊർജം ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. അതേസമയം നിങ്ങളുടെ ക്ഷീണവും ഇല്ലാതാക്കും. ഇത് തുടർന്നും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ശക്തി ക്രമേണ വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ പരിശീലനത്തിന്റെ വേഗത കൂടും അമര. വരുണമിത്രൻ പറഞ്ഞു. പച്ചക്കുപ്പിയിൽ അമരന്റെ തിളങ്ങുന്ന കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നത് കണ്ട് വരുണമിത്രൻ പരിഹാസത്തോടെ ചിരിച്ചു. ഇതിൽ നീ ഏറെ സന്തോഷിക്കണ്ട അമര. നീ വേഗത കൂടിയാലും അത്രയും വേദന നീ അനുഭവിക്കണം. ഇത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിന്റെ വേദന മരുന്നിന് താങ്ങാൻ പറ്റാത്തത്ര അധികമായിരിക്കും. ഗുരു അമരനെ നോക്കി പറഞ്ഞു. അമരൻ കലങ്ങിയ കണ്ണുകളോട് ചോദിച്ചു. ഗുരുദേവ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സത്യം പറയൂ, ഈ മരുന്ന് എനിക്ക് എത്ര വേദന തരും? എനിക്ക് ആ വേദന താങ്ങാനാവുമോ? ഇത് കേട്ട് വരുണമിത്രൻ ചിരിച്ചു. നിന്റെ കൈ കാണിക്കൂ അമര, ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അമരൻ ഉടൻ തന്നെ ഗുരുവിന് നേരെ കൈനീട്ടി. വരുണമിത്രൻ കയ്യിലെ പച്ചക്കുപ്പി തുറന്ന് എരിയുന്ന ചൂടുചോര അവന്റെ കൈകളിൽ ഒഴിച്ചു. രക്തം അമരന്റെ കയ്യിൽ തൊട്ടപ്പോൾ അഗ്നിപർവ്വത ലാവയിൽ വെള്ളം തെറിക്കുന്ന ശബ്ദം പോലെ ഒരു ശബ്ദം അവിടെ മുഴങ്ങി. അവൻ ആഴത്തിൽ ശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ
രൂപപ്പെടുകയും പല്ലുകൾ ഇടറുകയും ചെയ്തു. ആ ഒരൊറ്റ തുള്ളി രക്തം അമരന് കയ്യിൽ കത്തുന്ന കനൽ പിടിച്ചതിന്റെ അനുഭൂതി നൽകി. അത് സഹിക്കാനാവാതെ അമരൻ പരിഭ്രമത്തോടെ ആ ദ്രാവകം താഴേക്ക് കളയാനായി കൈ ചലിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പറ്റിപ്പിടിച്ചിരുന്ന ചോരത്തുള്ളി നീക്കാൻ അവന് കഴിഞ്ഞില്ല. പശ പോലെ അവന്റെ കൈയിലേക്ക് അത് ഒട്ടിച്ചേർന്നു. അങ്ങനെ ചെയ്താൽ തന്റെ ശക്തിയിൽ ഒരു മാറ്റവും വരില്ലെന്ന് മനസ്സിലാക്കിയ അമരൻ ശാന്തനായി വേദന സഹിക്കാൻ ശ്രമിച്ചു. വേദന കൊണ്ടു തൊടുത്ത അമരന്റെ മുഖം കണ്ട വരുണമിത്രൻ മൃദുവായ പുഞ്ചിരിയോടെ മോതിരത്തിൽ നിന്ന് ഒരു ചെറിയ വെളുത്ത തകിട് പോലെയുള്ള ഒരു വസ്തു പുറത്തെടുത്തു. അത് കണ്ട അമരൻ ആശ്ചര്യത്തോടെ ഗുരുവിനെ നോക്കി. തന്റെ ഇപ്പോഴത്തെ വേഗത മുൻ പരിശീലന വേഗതയേക്കാൾ കൂടുതലാണെന്ന് അമരന് വ്യക്തമായി മനസ്സിലായി. വരുണമിത്രൻ ആ തകിട് ഉപയോഗിച്ച് അമരന്റെ കയ്യിൽ രക്തത്തുള്ളി പടർത്താൻ തുടങ്ങി. അതുമൂലം അമരന് ശക്തമായ നീറ്റൽ അനുഭവപ്പെട്ടു തുടങ്ങി. പിന്നെ അമരന്റെ കയ്യിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആവി കണ്ടാൽ തന്നെ ആ ചുവന്ന ദ്രാവകത്തിന്റെ ചൂട് ഊഹിക്കാൻ സാധിക്കും. കൈ പൊള്ളലേറ്റതോടെ കൈ പൂർണ്ണമായും ചുവന്നു തുടങ്ങി. അടുത്ത 10 നിമിഷത്തോളം കൈ പൊള്ളുന്ന പ്രക്രിയ തുടർന്നു. അതിനുശേഷം അമരന്റെ കയ്യിലെ കത്തുന്ന രക്തം അപ്രത്യക്ഷമായി. അത് മനസ്സിലാക്കിയ അമരൻ ആശ്വാസത്തോടെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. അവന്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി തന്റെ മുന്നിലെ പച്ചക്കുപ്പിയിൽ പതിഞ്ഞെങ്കിലും ഇത്തവണ അവന്റെ കണ്ണുകളിൽ ഒരു വിചിത്രമായ ഭയം പ്രത്യക്ഷപ്പെട്ടു. ഇല്ല, എനിക്ക് ഈ വേദന വേണ്ട. വരുണമിത്രനോട് നേരിട്ട് പറയാൻ കഴിയാതിരുന്ന അമരൻ വാക്കുകൾ വളച്ചൊടിച്ചു. ഗുരു, ഇതൊരു മരുന്നല്ല, ഇത് ലാവയാണ്. വേഗത കൂട്ടാൻ ഇതുപയോഗിച്ച് പറ്റുമെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും വഴി നോക്കണം. അമരൻ പറഞ്ഞതും ആ ഒരു തുള്ളി കൊണ്ട് അമരന് സംഭവിച്ച മാറ്റം വരുണമിത്രൻ ശ്രദ്ധിച്ചു. അമരൻ അമ്പരപ്പോടെ ഗുരുവിനെ നോക്കിയപ്പോൾ അതിന്റെ ശക്തി എങ്ങനെ മനസ്സിലാക്കാമെന്ന് വരുണമിത്രൻ അമരനോട് പറഞ്ഞു. അമര, മനസ്സ് ശാന്തമാക്കൂ. നിങ്ങളുടെ കയ്യിൽ ഊർജം ഒഴുകുന്നത് അനുഭവിച്ചറിയൂ. വ്യത്യാസം നിനക്ക് മനസ്സിലാകും. അല്പം മടിച്ച് ഗുരുവിന്റെ വാക്കുകൾ അമരൻ അനുസരിച്ചു. കണ്ണുകളടച്ച് കയ്യിൽ പ്രവഹിക്കുന്ന ഊർജവുമായി അവൻ ധ്യാനം തുടങ്ങി. അടുത്ത നിമിഷം തന്റെ കയ്യിൽ ശക്തി പ്രവഹിക്കുന്നത് അമരൻ അനുഭവപ്പെട്ടു തുടങ്ങി. അത് മുമ്പത്തതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണെന്നറിഞ്ഞപ്പോൾ അവൻ ഞെട്ടി. ഈ മാറ്റത്തിന് കാരണം ആ ദ്രാവകത്തിന്റെ ഒരു തുള്ളി മാത്രമാണെന്ന് മനസ്സിലായപ്പോൾ ഈ മരുന്നിന്റെ മുഴുവൻ ഗുണവും അമരന് മനസ്സിലായി. ഉടൻ തന്നെ കണ്ണു തുറന്ന് അവൻ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഗുരുവിനെ നോക്കി പറഞ്ഞു, ഞാൻ തയ്യാറാണ് ഗുരു. പിന്നെ ബലം വർദ്ധിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അമരൻ അറിയാമായിരുന്നു. പക്ഷേ ഫലപ്രദമായ മറ്റൊരു വഴിയില്ലെന്ന് ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി. അവന്റെ നിശ്ചയദാർഢ്യം കണ്ട് വരുണമിത്രൻ പുഞ്ചിരിച്ചു. അമരൻ ശക്തിയായി ഏതറ്റം വരെയും പോകുമെന്ന് ഗുരുവായ വരുണമിത്രൻ അറിയാമായിരുന്നു. പക്ഷേ ഇത് അമരൻ തിരിച്ചറിയാൻ കുറച്ചു വൈകി. എന്നെ നിങ്ങളുടെ ശരീരം കാണിക്കൂ അമര. ഞാൻ ഈ രക്തം ദിവസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ ശരീരത്തിൽ പുരട്ടും. ഇത് നിങ്ങളുടെ പരിശീലന വേഗത 30-40% വർദ്ധിപ്പിക്കും. തനിക്ക് പെട്ടെന്ന് ശക്തി ലഭിക്കണമെങ്കിൽ എല്ലാവരെയും വിറപ്പിക്കുന്ന ഈ രീതി പിന്തുടരണമെന്ന് അമരൻ മനസ്സിലാക്കിയെന്ന് വരുണമിത്രന് ബോധ്യപ്പെട്ടു. കാരണം ഒരു വിജയിയുടെ അടയാളം ശക്തിയാണ്. ഒരു വെല്ലുവിളിയെയും ഭയക്കാതെ പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടുന്നതാണ് യഥാർത്ഥ ശക്തി. ഇരു കൈകളാലും ഒരു പാറയിൽ മുറുകെ പിടിച്ച് അമരൻ മൃദുസ്വരത്തിൽ പറഞ്ഞു, ഗുരു, നമുക്ക് തുടങ്ങാം. അപകടകാരിയായ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ അമരൻ തയ്യാറായി നിൽക്കുന്നത് കണ്ട് വരുണമിത്രൻ ഒരു വലിയ ശ്വാസമെടുത്ത് പച്ചക്കുപ്പിയുടെ മൂടി തുറന്ന് അവനിലേക്ക് കത്തുന്ന ചുടുരക്തം ഒഴിക്കാൻ തുടങ്ങി. അമരന്റെ മുതുകിൽ ചുവന്ന ദ്രാവകം വീണയുടനെ ചെറുതായി തുണി കൊണ്ട് മറച്ചിരുന്ന അമരന്റെ വായിൽ നിന്ന് ഉച്ചത്തിലുള്ള ഒരു നിലവിളി ഉയർന്നു. അവന്റെ മുഖം ചുവന്നു. വേദന കൊണ്ട് അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ശരീരം വേർത്തൊലിക്കാൻ തുടങ്ങിയപ്പോൾ അമരന്റെ കണ്ണുകൾ വേദനയുടെ തീവ്രത കൊണ്ട് പെട്ടെന്നടഞ്ഞു. അധ്യായം 94. തനിക്ക് പരിമിതമായ സമയമേ ഉള്ളൂവെന്നും പരിശീലനത്തിനായി പരമാവധി സമയം ഉപയോഗിക്കണമെന്നും അമരൻ അറിയാമായിരുന്നു. എന്നാൽ പരിശീലനത്തിനിടെ പലപ്പോഴും ചെന്നായ സംഘത്തിലെ സൈനികരെ കണ്ടുമുട്ടുകയും ജീവൻ സംരക്ഷിക്കാനായി അവരെ കൊല്ലുകയും ചെയ്തു. ഇതുവരെ ഏകദേശം ചെന്നായ സംഘത്തിലെ 9 യോദ്ധാക്കൾ അമരന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു.